ഒന്നും ചത്തിട്ടില്ല. നിൻ്റെ ചിന്തയാണല്ലോ നടക്കുന്നത്, നിൻ്റെ ബുദ്ധിയാണല്ലോ നടക്കുന്നത്, നിൻ്റെ ആഗ്രഹമാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ ആഗ്രഹം നിന്നിലൂടെ നടക്കുന്നില്ലല്ലോ. കാരണം എന്താണെന്നറിയാമോ? പരിശുദ്ധ ആത്മാവ് എൻ്റെ അകത്ത് നിറഞ്ഞാൽ മാത്രമേ ആ ആത്മാവിലൂടെയുള്ള ആഗ്രഹം നടക്കൂ. അല്ലാത്തടത്തോളം കാലം എൻ്റെ ഹിതപ്രകാരമേ പോകൂ. ഇവിടെ ഇതാ സ്തോത്രം എഴുതിയിരിക്കുകയാണ്, അവരെക്കുറിച്ച് കപട ഭക്തിക്കാരെ എന്നെൻ്റെ അപ്പച്ചൻ വിളിക്കുകയാണ്. അടുത്ത വരി വായിച്ചേ. കപട ഭക്തിക്കാരായ നിങ്ങളെക്കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചത് ശരി. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. ഈ ജനം എങ്ങനെ ബഹുമാനിക്കുന്നു? ഞാൻ ചോദിക്കട്ടെ, അധരം കൊണ്ട് ഹൃദയം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കണം എന്ത് ചെയ്യണം? എന്നെ കൊണ്ട് പറ്റുമോ? അധരം കൊണ്ട് പറ്റും, പക്ഷേ ഹൃദയം കൊണ്ട് പറ്റുമോ? പറ്റൂല. അതാണ് നമുക്ക് ഈ ലോകത്തിൽ ഒരു മനുഷ്യനും അതില്ല. ഹൃദയം കൊണ്ട് എനിക്ക് എൻ്റെ ദൈവത്തെ ബഹുമാനിക്കാനുള്ള ഈ ഒരു കർത്താവ് ബഹുമാനം ഏറ്റെടുക്കുന്ന രീതിയിൽ ബഹുമാനിക്കാൻ ഈ മുഴു ലോകത്തിലും ഒരു ആദമിലൂടെ ജനിച്ച ഒരു സന്തതിക്കും പറ്റത്തില്ല. അങ്ങനൊരു ബഹുമാനം ദൈവത്തിന് പോകണമെങ്കിൽ യേശുവിൽ നിറഞ്ഞു കൊടുക്കുന്ന ബഹുമാനത്തിനേ ബഹുമാനമുള്ളൂ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആമേൻ. ഈ മുഴു ലോകത്തിലും ആദമിലൂടെ ജനിച്ച സകല സന്തതികളും ആദമ്യ സന്തതികളാണ്. അവരിലൂടെ ഉള്ളത് ഒന്നും ആരും സ്വീകരിക്കൂല. അവൻ തോറ്റവനാണ്. അവരിലൂടെ ഉള്ള ആരുടെയും മഹത്വവും ബഹുമാനം ദൈവം സ്വീകരിക്കൂല. പിന്നെ സ്വീകരിക്കുന്ന ഒരു മഹത്വവും ബഹുമാനമേ ഉള്ളൂ, അത് യേശുവിലുള്ളതാണ്. അതുകൊണ്ട് സ്തോത്രം ഞാൻ പറയട്ടെ, യേശു കർത്താവ് എൻ്റെ അകത്ത് ഇറങ്ങി പരിശുദ്ധാത്മാവിൽ ഞാൻ ഹൃദയം കൊണ്ട് ബഹുമാനിക്കാൻ പരിശുദ്ധാത്മാവിലേ പറ്റൂ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? അധരം കൊണ്ട് അപ്പാന്ന് വിളിക്കാം, ഹൃദയം കൊണ്ട് അത് ഒറിജിനലായിട്ട് പുറത്തു വരണമെങ്കിൽ അകത്താരിക്കണം? പരിശുദ്ധാത്മാവ്. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അധരം കൊണ്ട് ഈ ലോകത്തിൽ ദൈവത്തെ ആരാധിക്കാത്തവരും ആരാധിക്കുന്നവരും എല്ലാവരും യേശു എന്ന് വിളിക്കുന്നുണ്ട്. അയ്യോ നിങ്ങളെ യേശുവിൽ എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവരെ അധരം കൊണ്ട് മാത്രം പറയുന്നതേ ഉള്ളൂ. ഹൃദയത്തിനകത്ത് ആരില്ല? യേശുവില്ല. പക്ഷേ യേശുവില്ലാതെ പറയുന്നതെല്ലാം വെറും അധരം കൊണ്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഹൃദയത്തിനകത്തില്ല. അവരുടെ ഭക്തി കപടമെന്നാണ് പറയുന്നത്. വായിച്ചേ. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്ത് അകന്നിരിക്കുന്നു. ഹൃദയം എവിടെ ഇരിക്കുന്നു? ഹൃദയം എവിടെ ഇരിക്കുന്നു? അപ്പോൾ ആ ഭക്തി എന്തെന്നാണ്? കപടമാണ്. പക്ഷേ കർത്താവ് പ്രസാദിക്കണമെങ്കിൽ എൻ്റെ ഹൃദയത്തിനകത്തിരിക്കുന്ന സകല അശുദ്ധിയും പോയിട്ട് ആ ഭാഗത്ത് എൻ്റെ യേശു എന്ന വിശുദ്ധൻ്റെ സ്വഭാവം അവിടെ നിറഞ്ഞിട്ട് അത് എൻ്റെ ജീവനായി ജീവിതമായി മാറി എന്നിലൂടെ അത് എൻ്റെ ഒരു സ്വഭാവമായി എൻ്റെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്ന് അതിലൂടെ വിളിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, നന്ദി പറയുന്ന, സ്തുതിക്കുന്ന, ആരാധിക്കുന്ന ആരാധന 100-ന് എത്ര മാർക്ക്? 100 മാർക്ക്. ഇതിന് മാത്രമേ എവിടെ എന്തുള്ളൂ? മാർക്കുള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ പറയുന്നത്, നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റൂല. ഇത് പരിശുദ്ധാത്മാവ് നമ്മളെ മേലെ ഇറങ്ങി നിന്ന് ചെയ്താലേ പറ്റൂ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എന്തിന് പ്രാർത്ഥിക്കണം, എന്തിന് പ്രാർത്ഥിക്കണ്ട. മത്തായി 6:8 പറയുന്നു, നിങ്ങൾ യാചിക്കും മുൻപേ നിങ്ങളുടെ ആവശ്യങ്ങൾ ഞാൻ അറിയുന്നു. എന്നാൽ സ്തോത്ര ലേഖന വേദഭാഗങ്ങൾ പറയുന്നു, എല്ലാറ്റിനും സ്തോത്രം ചെയ്യീൻ. സ്തോത്രം എല്ലാത്തിനും പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്, എല്ലാത്തിനും സ്തോത്രം ചെയ്യാൻ പറയുന്നുണ്ട്. എന്നാൽ സ്തോത്രം പരിശുദ്ധാത്മാവ് വേദപുസ്തകത്തിലൂടെ പറയുന്നു, സ്തോത്രം നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ ആത്മാവിനെ എത്ര അധികം തരും, പരിശുദ്ധാത്മാവിനെ എത്ര അധികം തരും. അപ്പോൾ എത്ര അധികം പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വന്നാലാണ് യേശു പ്രസാദിക്കുന്ന ഒരു ജീവിതം നമ്മളിലൂടെ പുറത്തു വരുമോ അത്രയും ആത്മാവ് നിറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? ഒഴുകണം. അപ്പോൾ അത്രയ്ക്ക് എന്ത് വേണം? ആത്മാവിൻ്റെ ഒരു ഒഴുക്ക് എൻ്റെ അകത്തും പുറത്തും നിറഞ്ഞ് ഒഴുകണം. അങ്ങനെ ഒഴുകിയുള്ള ഒരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ ഒഴുകുന്നതെല്ലാം എന്തായിരിക്കും? ആമേൻ. അതിന് 100-100 മാർക്കും കിട്ടും. അവിടെ പാടുമ്പോൾ ആത്മാവിലുള്ള പാട്ട്, അവിടെ പ്രസംഗിക്കുമ്പോൾ ദൈവാത്മാവിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒഴുക്കിനൊത്തവണ്ണം ശ്രദ്ധിച്ചേ. സ്തോത്രം ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്ന ഒരു വരിയാണ്. നമ്മൾ നരിയാണിയോളമായാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നടക്കാൻ പറ്റും. നരിയാണി എന്ന് പറഞ്ഞാൽ എവിടെയാണ്? കാലിൻ്റെ താഴേറ്റം. സ്തോത്രം മുട്ടോളമായാലോ വെള്ളത്തിലൂടെ നടക്കാൻ പറ്റത്തില്ലേ? പറ്റും, നടക്കാൻ പറ്റും. ചാനലിലോ ആറ്റിലോ ഒക്കെ പോകുമ്പോൾ മുട്ടോളമാണെങ്കിൽ നമ്മൾ അവിടെയൊക്കെ നിന്ന് ഇറങ്ങും, ഒരു കുഴപ്പമില്ല, നമ്മളെ കൊണ്ടുപോകില്ല. സ്തോത്രം. എന്നാൽ അരയോളായാലും നമ്മളവിടെ പിടിച്ച് നിൽക്കത്തില്ലേ? ഇവിടം വരെ ആയാലും പിടിച്ച് നിൽക്കും. പക്ഷെ പിടിച്ച് നിൽക്കാൻ പറ്റത്ത എവിടെയാണ്? ഈ വെള്ളം ഇവിടം കഴിഞ്ഞ് ഇവിടെ അങ്ങ് ആകുമ്പോൾ നമ്മളെ കയ്യും പോവും, കാലും പോവും. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഇതുപോലെ പരിശുദ്ധാത്മാവെന്ന നദിക്കകത്ത്
കാലും, മുട്ട്, അര, ഷോൾഡർ, തല മുഴുവൻ ഫുള്ളാകുമ്പോൾ എന്നെ പിന്നെ നിയന്ത്രിക്കുന്ന ലോകമല്ല, ജഡമല്ല, പാപമല്ല, പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുമ്പോൾ പിന്നെയുള്ള സ്തോത്രം, പിന്നെയുള്ള സ്തുതി, പിന്നെയുള്ള ആരാധന, പിന്നെയുള്ള പ്രസംഗം. എന്നെ നിയന്ത്രിക്കുന്നത് ഈ ആത്മാവാണ്. എൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണമല്ല സഞ്ചരിക്കുന്നത്, ആത്മാവിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണമാണ്. എനിക്ക് നിൽക്കണമെന്ന് തോന്നിയാലും നിൽക്കാൻ പറ്റത്തില്ല, ആത്മാവ് നിർത്തിയാലേ പറ്റൂ. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി? എവിടെ നിൽക്കണം ആത്മാവ് കൊണ്ടെത്തിക്കും, എവിടെ ഇരിക്കണം ആത്മാവ് ഇരുത്തിക്കും, എവിടെ സംസാരിക്കണം ആത്മാവ് സംസാരിപ്പിക്കും. അങ്ങനെ ഒരു അനുഭവം വരണമെങ്കിൽ ഇത് നമ്മുടെ മുട്ടോളമല്ല, അരയോളമല്ല, പിന്നെ തോളോളമല്ല, പിന്നെ മുഴുവനും ആത്മാവെന്ന നദിക്കകത്ത് നമ്മൾ മുങ്ങുമ്പോൾ നമ്മൾ പിന്നെ എങ്ങനെ ഇരിക്കും? ആമേൻ. ആ കർത്താവിൻ്റെ ഒഴുക്കിനനുസരിച്ച് കാറ്റ് പോലെ, എങ്ങനെ കാറ്റ് പോലെ, കാറ്റ് പോലെ. എത്ര പേർക്ക് മനസ്സിലായി? പിന്നെ നമ്മൾ എങ്ങനെയാകും? കാറ്റ് പോലെ. പിന്നെ ആ കാറ്റിനെ മാത്രമേ, ആ കാറ്റിന് പിന്നെ ഒന്നും പറയാനില്ല, പുകഴായില്ല, പ്രശംസിക്കായില്ല, വെറും കാറ്റ്. എൻ്റെ അപ്പൻ എവിടെ വേണോ ഈ കാറ്റിനെ കൊണ്ടുപോകാം, ഈ കാറ്റിനെ എവിടെ വേണോ കൊണ്ടുപോകാം. സൂചിക്കുഴയ്ക്കകത്തൂടെ ഒട്ടകം, നമുക്കറിയാം ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് ഏറ്റവും എളുപ്പമെന്നാണ് വചനം പറയുന്നത്. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, സൂചിക്കുഴയ്ക്കകത്തൂടെ കടക്കുന്ന ഒരാളായി മാറുന്ന ആളാണ് രക്ഷിക്കപ്പെട്ട ആൾ. രക്ഷിക്കപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ ആരാ? ഈ സൂചിക്കുഴയ്ക്കകത്തൂടെ കടക്കും. അപ്പോൾ രക്ഷിക്കപ്പെട്ട ആൾ സൂചിക്കുഴയ്ക്കകത്തൂടെ, സൂചിയുടെ നൂല് നമുക്ക് കണ്ണട വെച്ചാൽ പോലും നമുക്ക് ആ ഹോള് കണ്ട് അതിനകത്തൂടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ നൂലിടാൻ പറ്റുമോ? ഇല്ലേ? സ്തോത്രം. പറ്റുമോ? ഇല്ലേ? നമ്മളെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടിയാണ് ആ സൂചിയുടെ കുഴയ്ക്കകത്തൂടെ നമ്മൾ നൂലങ്ങോട്ട് കയറ്റുന്നത്. സ്തോത്രം. നമ്മളിലുള്ള നമ്മളെല്ലാം പൊട്ടി ഒരു കാറ്റ് പോലായാൽ മാത്രമേ ഈ സൂചിയുടെ കുഴയ്ക്കകത്തൂടെ ഈ കാറ്റിന് പോകാൻ പറ്റും. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി അതിൻ്റെ ആഴം? എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്താൽ, ആ വാക്ക് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയ്ക്കുള്ളിലൂടെ കടക്കുന്നത് എളുപ്പമെന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ ആ വാക്യം ഏതെന്നറിയാമല്ലോ? സ്വത്രം. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. തൊട്ട് താഴെ പറയുന്നു, ശിഷ്യന്മാർ ചോദിക്കുന്നു, കർത്താവെ അങ്ങനെയെങ്കിൽ എത്ര പേർ രക്ഷിക്കപ്പെടും? ആ വാക്യം എടുത്തെങ്കിൽ വായിച്ചേ, വാക്യ നമ്പർ അധ്യായം എല്ലാം പറഞ്ഞ് വായിച്ചേ. മത്തായി 19:23. മത്തായി 19:23. യേശു തന്റെ ശിഷ്യന്മാരോട്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയുടെ കടക്കുന്നത് എളുപ്പമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അത് കേട്ട് ശിഷ്യന്മാർ ഏറ്റവും വിസ്മയിച്ചു. അടുത്ത്, എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. അവർ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെടാൻ ആർക്ക് പറ്റും? അടുത്ത വരി. യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിൽ. കർത്താവ് പറഞ്ഞു, മക്കളെ, ഈ സൂചിക്കുഴയ്ക്കകത്തൂടെ ശാലിനി എന്ന് നിന്നെ കടത്താൻ, അല്ല ഓരോരുത്തരെ എന്നെയും നിങ്ങളെയും കടത്താൻ നമ്മൾ നോക്കിയ പ്രയാസമാണ്. പക്ഷേ കയറ്റാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. നിനക്ക് മനസ്സിലായോ? അപ്പോസ്തലപ്രവൃത്തി 9 ആനേക്കാളും വലുപ്പത്തിലിരുന്ന ശൗൽ എന്ന മനുഷ്യനെ, കർത്താവായ യേശുവിൻ്റെ നാമത്തെ ഉപദ്രവിക്കുന്ന ശൗൽ എന്ന മനുഷ്യനെ ഈ കുഴയ്ക്കകത്തൂടെ കടക്കുന്ന ഒരു കാറ്റാക്കി ആര് മാറ്റി? ആരെ കയ്യിൽ കിട്ടിയതുകൊണ്ട്? അങ്ങനെ കാറ്റായി മാറിയപ്പോൾ അയാളിലൂടെ നടന്ന ശുശ്രൂഷ എങ്ങനെ ഇരുന്നു? അയാൾ 3-ാം സ്വർഗത്തോളം എങ്ങനെ പോയി? അയാൾ ഈ മുഴു ലോകത്തിൽ അങ്ങറ്റ ഇങ്ങറ്റ യേശുവിൻ്റെ സാക്ഷിയായി മാറി. എന്തുകൊണ്ട്? കാറ്റായതുകൊണ്ട്. എല്ലായിടം കൊണ്ടുപോയി ദൈവം. അയാൾക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ലായിരുന്നു. അർത്ഥം, അയാളിലുള്ള അയാൾ മരിച്ചു. ഇപ്പം അയാൾ ഒരു കാറ്റ് പോലെ യേശുവിൻ്റെ കൈക്കിണങ്ങിയ ഒരു പാത്രമായി, അയാളുടെ ഇഷ്ടങ്ങൾ മരിച്ച, താല്പര്യങ്ങൾ മരിച്ച, എപ്പോൾ വിളിച്ചാലും വിളി കേൾക്കുന്ന ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പാത്രമായി ശൗല് മാറി. ആമേൻ. മനുഷ്യൻ അസാധ്യമായിരുന്നു. ആ ദേശത്ത് പട്ടണത്തിൽ താമസിച്ചിരുന്ന എല്ലാ ജനങ്ങൾക്കും അസാധ്യമായിരുന്നു ഈ മനുഷ്യനെ പിടിച്ചൊതുക്കാൻ. പക്ഷെ ഒറ്റ വെളിച്ചത്തിൽ ആമേൻ കീഴടങ്ങി. ഒറ്റ പ്രകാശം. അപ്പോസ്തലപ്രവൃത്തി 9 ഒറ്റ പ്രകാശം തട്ടി വീണു. അത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ? അയാളെ ഒരു കാറ്റ് പോലെ ആക്കി ദൈവം.
3 ദിവസം കാഴ്ചയില്ലവനാത്തവനാക്കി. ചെതുമ്പൽ പോലെ പൊട്ടി അവൻ കാഴ്ച പ്രാപിച്ചു, സ്നാനപ്പെട്ടു. യേശു തന്നെ ക്രിസ്തു എന്ന് സകലരോട് വിളിച്ചു പറഞ്ഞു. യഹൂദന്മാരെ മിണ്ടാക്കി. ശൗലോ മേൽക്ക് മേൽ, മേൽക്ക് മേൽ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരും മേൽക്ക് മേൽ ശക്തി പ്രാപിച്ചിട്ടെ ദൈവത്തിന് മഹത്വം. അടുത്ത വാക്യം വായിക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന ഇപ്പൊ വായിച്ച വാക്യം, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും. കണ്ടോ, എന്നെ കുഴക്കകത്തൂടെ കടത്താൻ മനുഷ്യർക്കും പറ്റത്തില്ല, എനിക്കും പറ്റൂല. പക്ഷേ അടുത്ത വരി, ദൈവത്തിന് സകലവും സാധ്യം എന്ന് പറഞ്ഞു. നമ്മൾ എടുക്കുന്ന വചനം എങ്ങനെ അറിയാം? ആ വചനം എടുത്തു വെച്ച് എന്തെല്ലാം രീതിയിൽ നമുക്ക് പറയാൻ പറ്റും അതുപോലെ പറയും. പക്ഷേ യേശു പറഞ്ഞ, ശാലിനി, ലോക സ്വഭാവം നിറഞ്ഞ നിന്നെ ഈ ലോകത്തിലുള്ള ഒരു മരുന്നിനോ ഒരു വൈദ്യനോ ഒന്നിനും നിന്റെ പാവ സ്വഭാവം ഒടിച്ച് നിന്റെ ലോകസ്നേഹം തകർത്ത് ആദമ്യ ശാപത്തെ ഉടച്ച് നിന്നെ ക്രിസ്തുവിൻ്റെ പാത്രമാക്കി മാറ്റാൻ ഈ ലോകത്തിലുള്ള ഒരാളിനും പറ്റില്ല. പക്ഷേ നിന്നെ എൻ്റെ കയ്യിൽ തന്നാൽ ഞാൻ നിന്നെ പൊടിക്കും. നിന്നെ എൻ്റെ കയ്യിൽ തന്നാൽ, നിന്നെ എൻ്റെ കയ്യിൽ വിട്ടു തന്നാൽ ഞാൻ നിന്നെ പൊടിച്ചിട്ട് ഈ സൂചിക്കുഴക്കകത്തൂടെ കടത്തുന്ന ഒരു പാത്രമാക്കി തന്നെ ചെയ്തു പോകുന്നു. എന്നാൽ അതിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ, അതിനെ വിടുവിക്കാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് ഈ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. ആ കർത്താവ് പറയും, മോളെ, നിന്നെ എൻ്റെ കയ്യിൽ തന്നാൽ ഇന്നത്തെ ആരാധനയ്ക്കകത്ത് നീ തിരിച്ചു പോകുമ്പോൾ നിന്നെ ഞാൻ സൂചിക്കുഴക്കകത്തൂടെ കടത്തുന്നൊരു പാത്രമാണ്. വൈതലായി ജീവിക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? പാപം ചെയ്യാതെ ജീവിക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതം വരാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കർത്താവിനായി ജീവിക്കണം, കർത്താവിനായി നിൽക്കണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? പുതിയൊരാളായി മാറണം, ഞാൻ മരിക്കണം ആഗ്രഹമുണ്ടോ? എന്നാൽ കർത്താവിൻ്റെ കരത്തിൽ നിന്ന് പകൽക്കാലം കൊടുത്താൽ എൻ്റെ അപ്പൻ പൊടിക്കും. കൊച്ചുമക്കൾ പറ, എനിക്ക് വിശുദ്ധിയോടെ ജീവിക്കണം, പാപം ചെയ്യാതെ ജീവിക്കണം, പപ്പ അമ്മ അനുസരിക്കണം, പാപത്തെ ജയിക്കണം. മുതിർന്നവർ പറ, എവിടെയാണോ നിങ്ങൾ തോറ്റുപോകുന്നത് അവിടെ ജയിക്കാൻ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കാം. ദൈവത്തിനെ കൊണ്ട് പൊടിക്കാൻ പറ്റും, പൊടിക്കാൻ പറ്റും, പൊടിക്കാൻ. ആമേൻ, ആമേൻ, ആമേൻ. നിന്നെ പൊടിക്കാൻ, നിന്റെ പാപത്തെ, നിന്റെ ഞാനെന്ന ഭാവത്തെ, നിന്റെ ഇനി പൊട്ടാനുള്ളതിനെ, ഉടയാനുള്ളത്, തകരാനുള്ളത്, അത് തകർക്കാൻ എൻ്റെ ദൈവത്തിന്റെ കയ്യിൽ കൊടുത്താൽ ദൈവം ശക്തൻ. ഈ ലോകത്തിൽ ഏറ്റവും വലുത് ഏതെന്ന് ചോദിച്ചാൽ പ്രവചിക്കുന്നതല്ല ഏറ്റവും വലുത്, പ്രസംഗിക്കുന്നതല്ല ഏറ്റവും വലുത്, പാടുന്നതല്ല ഏറ്റവും വലുത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട്, പാടുന്നതല്ല ഏറ്റവും വലുത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. പ്രവചിക്കുന്നതോ വ്യാഖ്യാനിക്കുന്നതോ ഒന്നുമല്ല എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം യേശുവിൻ്റെ മുമ്പിൽ പാപമില്ലാതെ ജീവിക്കാനുള്ള കൃപയാണ്. ഒരു പാപവും ചെയ്യാൻ പറ്റാത്ത ഒരാളായി എനിക്ക് എത്ര മനസ്സിലായി. ഒരു പാപവും വേറെ ഒന്നുമില്ലെങ്കിലും ഒറ്റ പാപവും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരാത്ത ഒരു ജീവിതം. എവിടെ പോയാലും രാത്രികളിലും പകലുകളിലും ദേഹി ആത്മാവിൽ അനന്യമായി വെളിപ്പെടുന്ന നിലവാരത്തിൽ 1 തെസ്സലോനിക്കർ 5:23 കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിൽ ദേഹി ആത്മാവ് അനന്യമായി വെളിപ്പെടുത്തക്ക നിലവാരത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന അത്രയും കാലം പാപമില്ലാതെ, വേറെ ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല, പാപമില്ലാതെ ജീവിക്കുന്നതിൽ പരം ക്രിസ്തുവിൽ നിറഞ്ഞ് പാപമില്ലാതെ ക്രിസ്തുവിൽ നടക്കുന്നതിൽ പരം വലിയ വരങ്ങൾ ഏതാ സഹോദരങ്ങളെ ഉള്ളത്? ഞാൻ ചിന്തിച്ചിട്ട്, ഞാൻ മനസ്സിലാക്കിയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ ലോകത്തിൽ ആരും അത് ആദരിക്കുന്നതല്ല, പക്ഷെ സ്വർഗം ആദരിക്കുന്നതാണ്. പ്രവചനം മനുഷ്യൻ ആദരിക്കും, പ്രവചിച്ച മനുഷ്യൻ ആദരിക്കും, നന്നായിട്ട് പാടിയ മനുഷ്യൻ്റെ ആദരവ് കിട്ടും. ആത്മാവിലല്ല പാടിയാലും ആദരവ് കിട്ടും. നന്നായിട്ട് പ്രസംഗിച്ചാൽ ആത്മാവിലല്ല പ്രസംഗിച്ചതെങ്കിലും ജനത്തിൻ്റെ മുമ്പിൽ ആദരവും ബഹുമാനവും നന്നായിരുന്നു എന്ന് പറയും. പക്ഷേ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും പാപമില്ലാതെ ഒരു വ്യക്തി ജീവിക്കുമ്പോൾ ചിലപ്പം പേരും പ്രശസ്തിയും കിട്ടിയെന്ന് വരില്ല. ഞാൻ പറയാം, അവർക്ക് വില സ്വർഗത്തിലാണ്. അവർക്ക് വില എവിടെയാണ്? സ്വർഗത്തിലാണ്. അവർക്ക് വില എവിടെയാണ്? സ്വർഗത്തിലാണ്. അവരുടെ വില എവിടെയാണ്? സ്വർഗത്തിലാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവ് ഒരു നിമിഷമെങ്കിൽ ഒരു പാവവും ഇല്ലാതെ എനിക്ക് ജീവിക്കാനൊന്ന് കഴിഞ്ഞെങ്കിൽ, ഒരു ദിവസമെങ്കിലും, ഒരു ദിവസമെങ്കിലും പാപമില്ലാതെ അങ്ങ് ജീവിച്ചതുപോലെ ഒരു ദിവസമെങ്കിലും എനിക്കൊന്ന് ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ, ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതം എന്നിലൂടെ വെളിപ്പെട്ടെങ്കിൽ
എൻ്റെ അപ്പൻ എൻ്റെ അടുത്ത് നിന്ന് ഒന്ന് ചിരിച്ച് ഒന്ന് സംസാരിച്ചെങ്കിൽ, മക്കളെ നിൻ്റെ ഇന്നത്തെ ജീവിതം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്നൊന്ന് പറഞ്ഞെങ്കിൽ, ആ ശബ്ദം എൻ്റെ കാതുകളിലൊന്ന് കേട്ടെങ്കിൽ, അതുപോലൊന്ന് ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ, ഇതിൽ പരഭാഗ്യം വേറെ ഒന്നുമില്ല. ഈ ഭൂമിയുടെ അറ്റം വരെ പോകുന്നതല്ല ഭാഗ്യം. ഓ സ്തോത്രം, സകല മരങ്ങളും വേണം നമുക്ക്. അതുകൊണ്ട് ലോകം മുഴുക്കം നമുക്ക് കർത്താവിനെ ഉയർത്താൻ നല്ലതാണ്. അതിനേക്കാളും ഏറ്റവും വലിയൊരു കാര്യം ഞാൻ പറയാം, ക്രിസ്തു നടന്നതുപോലെ പാപമില്ലാതെ അപ്പനിൽ നിറഞ്ഞ് ജീവിക്കുന്നതിനേക്കാളും വലുത് ഈ ലോകത്തിൽ ഒന്നുമേയില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. അങ്ങനെ ജീവിക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അങ്ങനെ ഒരു തീ നാലയത്തിനകത്ത് എൻ്റെ നിങ്ങളുടെ അകത്ത് ഇറങ്ങിയാൽ എത്ര പേർ സ്വീകരിക്കാൻ ഒരുക്കമായിരിക്കും? ഒരു പാപവും ഇല്ലാതെ, ഓ ജഡത്തിൻ്റെ പ്രവർത്തികളെല്ലാം മരിച്ച് ഒരു വിശുദ്ധ മണവാട്ടിയായി ഊനമില്ലാത്ത ക്രിസ്തുവിനെ ഊനമില്ലാതെ ആരാധിച്ച് ജീവിക്കുന്ന ഒരു പൈതലാ. ഓ അങ്ങനെ ഒരു ദിവസം ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ, അങ്ങനെ എൻ്റെ അപ്പൻ നടന്നതുപോലെ ഒന്ന് നടക്കാൻ കഴിഞ്ഞെങ്കിൽ, ആരും പേര് തരണ്ട, ആരും സർട്ടിഫിക്കറ്റ് ചെയ്യണ്ട, ആരും സീൽ അടിക്കണ്ട. എൻ്റെ അപ്പൻ ഒന്ന് നോക്കിയെങ്കിൽ, എൻ്റെ അപ്പൻ ഒന്ന് മണത്തെങ്കിൽ, എൻ്റെ അപ്പനൊന്ന് പ്രസാദമായെങ്കിൽ, എൻ്റെ അപ്പൻ്റെ കണ്ണിൽ മുമ്പിൽ ഓ സ്തോത്രം ഒന്ന് അപ്പച്ചനൊന്ന് ചിരിച്ച് കാണാൻ, എൻ്റെ അപ്പനൊന്ന് ആനന്ദിക്കുന്നതെന്ന് കണ്ടെങ്കിൽ, അപ്പന് പ്രസാദമുള്ളൊരു ജീവിതം എന്നിൽ വന്നെങ്കിൽ, ഹല്ലേലൂയ. ഇതിൽ പരം വലുതൊന്നുമില്ല സ്നേഹിതരെ. പക്ഷേ ഇതിന്ന് അനേകർ ആഗ്രഹിക്കാറില്ല. അനേകർ ആഗ്രഹിക്കുന്നത് ബാക്കിയെല്ലാമാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഞാൻ പറയാം, എൻ്റെ അകത്തലങ്ങളിൽ ഏറ്റവും വാഞ്ചിക്കുകയും ദാഹിക്കുകയും ആഗ്രഹിക്കുകയും വെമ്പൽ കൊള്ളുകയും വെപ്രാളപ്പെടുകയും ദാഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരേ ഒരു കാര്യമാണിത്. അപ്പാ എൻ്റെ കർത്താവെ, അങ്ങ് പ്രസാദിക്കുന്നൊരു ജീവിതം, അങ്ങക്ക് ഇഷ്ടപ്പെടുന്നൊരു ജീവിതം, പാപമില്ലാത്തൊരു ജീവിതം എന്നിലൂടെ വന്നെങ്കിൽ, ഹല്ലേലൂയ. നോക്കിക്കേ, സ്വത്രം. ശൗലിനെ ദൈവം തൊട്ടപ്പോൾ അവൻ്റെ കെട്ടുകളെല്ലാം പൊട്ടി ഒരു കാറ്റുപോലെയായി അവനെ എവിടെ വേണോ കൊണ്ടുപോകാൻ പറ്റുന്നൊരു പാത്രമാക്കി മാറ്റി ദൈവം. സ്വത്രം. അയാളെ എപ്പം വിളിച്ചാലും ശൗലിനെ കയ്യിൽ കെട്ടും. ഏത് പകൽ വിളിച്ചാലും അയാൾക്കൊന്നും പറയാനില്ല. എപ്പോഴും ഒരുങ്ങിയിരിക്കുന്ന ഒരു കഥാപാത്രമായി ശൗൽ എന്ന മനുഷ്യൻ മാറി. ഞാൻ പറയട്ടെ, എപ്പോഴും അപ്പൻ്റെ ശബ്ദം കേൾക്കാൻ ഒരുക്കിയിരിക്കുന്ന, ക്രിസ്തുവിനെ വായിക്കുന്നൊരു പത്രമായി, മനുഷ്യൻ്റെ പ്രശംസ ആഗ്രഹിക്കാത്തവരായി, ദൈവത്തിൻ്റെ പ്രീതി തേടുന്നവരായി, ദൈവത്തിൻ്റെ പ്രസാദമെന്ന് തിരിച്ചറിയുന്നവരായി ഒന്ന് മാറാൻ കഴിഞ്ഞെങ്കിൽ, ഹല്ലേലൂയ, ഇതിൽ പരം ഭാഗ്യം വേറെ ഒന്നുമേയില്ല. പക്ഷെ അതിന് നമ്മളെ കൊണ്ട് പഴിയത്തില്ല. പക്ഷെ അവിടെ യേശു ഇറങ്ങി വരണം. യേശു നമ്മളിൽ നിറയണം. യേശു നമ്മളകത്ത് നിറയണം. യേശു നിറയണം. അപ്പോൾ കർത്താവ് പറഞ്ഞു, മക്കളെ, ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴലിലൂടെ കടക്കുന്നത് എളുപ്പമെന്ന് പറഞ്ഞു. അടുത്ത് പറയുകയാണ്. അടുത്ത വാക്യം ഒന്നുകൂടെ വായിച്ച്. ഇപ്പൊ ആ വാക്യത്തിന്റെ അടുത്ത വാക്യം, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും, കണ്ടോ, അത് മനുഷ്യർക്ക് എപ്പോഴും അസാധ്യമാണ്. നമ്മളെ കൊണ്ട് പറ്റത്തില്ല. എന്നെ പൊടിച്ച് സൂചിക്കുഴയ്ക്ക് അകത്തൂടെ വിടുന്ന ഒരാളാക്കി ദൈവം പ്രസാദിക്കുന്ന ഒരാളായി മാറാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. പക്ഷേ അടുത്ത വരി, എങ്കിലും ദൈവത്തിന് സകലവും സാധ്യം എന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ, എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ എന്നെ കൊടുക്കുമ്പോൾ, എൻ്റെ ദൈവം ഞാനാകുന്ന പാത്രത്തെ എടുത്ത് പൊടിക്കും. പൊടിച്ചിട്ട് അപ്പൻ ആ സൂചിക്കുഴയ്ക്കകത്തൂടെ കടത്തുന്ന ഒരു പാത്രമാക്കി മാറ്റും. എന്ന് പറഞ്ഞാൽ അർത്ഥം, ആത്മാവിൽ നിറയ്ക്കും, എൻ്റെ സ്വയങ്ങളെ മരിപ്പിക്കും, ആത്മാവ് എന്നിൽ മൂടും, എൻ്റെ ജഡത്തിൻ്റെ പ്രവർത്തികൾ കാണത്തില്ല. അങ്ങനെ ഒരാളാക്കി എന്നെ മാറ്റിയാലേ ദൈവത്തിൻ്റെ ഹിതം എന്നിൽ വെളിപ്പെടും. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? അതിനു വേണ്ടി പരിശുദ്ധാത്മാവിനെ എത്ര മാത്രം നമ്മൾ ചോദിക്കണം. നോക്കിക്കേ, ഹല്ലേലൂയ. വെറുതെ ഒന്ന് കൈയടിച്ച് പോകാനല്ല, വെറുതെ ഒന്ന് ആരാധിച്ച് മാത്രം പോകാനല്ല, പിന്നെയോ കൃപാവരങ്ങളാൽ ഒന്ന് ജ്വലിക്കാൻ, ഓ സത്യത്തിൻ്റെ ആത്മാവിനെ ഒന്ന് പ്രാപിപ്പാൻ. ഓ ജീസസ്, ഹല്ലേലൂയ. അടുത്ത വാക്യം വായിക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നു, വായിച്ചേ. പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു. അടുത്ത വരി, യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ. കർത്താവിനെ ഒരാൾ അനുഗമിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തന്നെത്താൻ
ത്യജിച്ച് നാൾതോറും തൻ്റെ ക്രൂസ് എടുത്തുകൊണ്ട് ആരനുഗമിക്കണം? ഈ കാറ്റ് പോലെ യേശുവിനെ, ആര് പോലെ? ഈ കാറ്റ് പോലെ യേശുവിനെ അനുഗമിക്കണം. അങ്ങനെ അനുഗമിച്ച എന്ത് സംഭവിക്കും നോക്കിയേ. മനുഷ്യപുത്രൻ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ, നിങ്ങൾ ചിന്തിക്കേ, മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന്, ശിഷ്യന്മാരോട് പറയണം, നിങ്ങൾ 12 പേരും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12നും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ ശിഷ്യന്മാരാരാ? നമ്മളെ പോലെയുള്ളവരാ. കർത്താവിന്റെ പുറകെ നടക്കുന്ന മക്കളുടെ പദവി കണ്ടോ? എന്തോന്ന് അനുഗ്രഹം നോക്കി. ഈ ഭൂമി കാണുന്ന പോലെ ആണോ അവിടെ? അപ്പൻ പറയുകയാണ്, മക്കൾ നിങ്ങൾ 12 പേർ എന്നെ അനുഗമിച്ചുല്ലേ, കാറ്റ് പോലെ എൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് എന്നെ അനുഗമിച്ചുല്ലേ. പക്ഷെ അങ്ങനെയെങ്കിൽ കാറ്റ് പോലെ ആയ നീ എന്നെ അനുഗമിച്ച പുനർജനനത്തിൽ ഞാൻ ഇരിക്കുന്ന സിംഹാസനത്തിൻ്റെ അടുത്ത് 12 സിംഹാസനത്തിൽ നിങ്ങൾ 12 പേരും. നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അപ്പനെ അനുഗമിക്കാൻ? എങ്ങനെ കാറ്റ് പോലെ ആയി. എങ്ങനെ? തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്ത് എൻ്റെ പിന്നാലെ വരുന്നൊരു കാറ്റ്. അർത്ഥം സ്വയങ്ങളൊന്നുമില്ലാതെ, ദൈവമേ ഞാൻ നിൻ്റെ അടിമ, എങ്ങോട്ട് കൊണ്ടുപോകണോ കൊണ്ടുപോകാം, എവിടെ വേണോ ഇരുത്താം എന്ന് പറയുന്ന നിലവാരത്തിൽ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നൊരു പാത്രം. സ്തോത്രം, ഹല്ലേലൂയ. അവരോട് പറയുകയാണ്, മക്കളെ, പുനർജനനത്തിലുണ്ടല്ലോ, ഈ ലോകത്തിൽ നീ എൻ്റെ പിന്നാലെ വരുമ്പോൾ പലരും നിന്നെ അവഗണിക്കും. പക്ഷെ സ്വർഗത്തിൽ ഞാനിരിക്കുന്ന സിംഹാസനത്തിൻ്റെ അടുത്ത് 12 സിംഹാസനത്തിൽ നിങ്ങൾ 12 പേരും. ഇവിടെ നിനക്ക് അവഗണനയാ, ഇവിടെ നിനക്ക് നിന്നയാ, ഇവിടെ നിനക്ക് ദൂഷിയാ, ഇവിടെ നിനക്ക് പരിഹാസമാ, ആൾക്കാരുടെ മുമ്പിൽ ഒരു മാനവുമില്ല. പക്ഷെ സാരമില്ല മക്കളെ, പക്ഷെ നീ എൻ്റെ അടുത്ത് വരുമ്പോഴുണ്ടല്ലോ, ആ സ്വർഗത്തിൽ വരുമ്പോഴുണ്ടല്ലോ, ഇവിടുത്തെ ഈ താൽക്കാലിക സുഖങ്ങളൊന്നും അല്ല അവിടെ, ആ നിലനിൽക്കുന്ന എൻ്റെ അടുത്ത് വരുമ്പോഴുണ്ടല്ലോ, ഈ സിംഹാസനത്തിൽ എൻ്റെ അടുത്തിരിക്കുന്നത് എൻ്റെ പിന്നാലെ വരുന്ന എൻ്റെ മക്കളാ. ത്യജിക്കുന്നവർ, കാറ്റുപോലെ ആകുന്നവർ, പാപത്തെ വിട്ടു തിരിയുന്നവർ, ജീവിതത്തിനകത്ത് വേർപാടോടെ ജീവിക്കുന്നവർ, പാപത്തെ ജയിച്ച് നിരന്തരം ക്രിസ്തുവിൽ നിറഞ്ഞ് ജീവിക്കുന്നൊരു മണവാട്ടിയാണ് എൻ്റെ അപ്പൻ്റെ അടുത്ത്. ഇവിടെ ഒരു ബഹുമാനം നിനക്ക് കിട്ടിയില്ലെങ്കിലും, ഇവിടെ ഒരു പുകഴ്ച നിനക്ക് കിട്ടിയില്ലെങ്കിലും, ഇവിടെ ഒരു മാനം നിനക്ക് കിട്ടിയില്ലെങ്കിലും നീ പേടിക്കണ്ട. ഇവിടുത്തെ ബഹുമാനം നീ നോക്കണ്ട, ഇവിടുത്തെ മാനം നീ നോക്കണ്ട, ഇവിടുത്തെ പുകഴ്ച നീ നോക്കണ്ട, ഇവിടുത്തെ ഒന്നും നീ നോക്കണ്ട. നീ നോക്കേണ്ടത് സ്വർഗത്തിലാണ്, നീ നോക്കേണ്ടത് സ്വർഗത്തിലാണ്, നീ നോക്കേണ്ടത് സ്വർഗത്തിലാണ്. ആൾക്കാരെന്തോ പറയട്ടെ, ലോകമെന്തോ വിധി എഴുതട്ടെ, മനുഷ്യൻ എന്തോ പറയട്ടെ, നാട്ടുകാരും വീട്ടുകാരും ഒരുപോലെ എന്തോ പറയട്ടെ, പക്ഷെ മോളെ, നീ തന്നെത്താൻ ത്യജിച്ച് എൻ്റെ ക്രൂസ് എടുത്തുകൊണ്ട് മറ്റൊന്നും നോക്കാതെ എൻ്റെ പിന്നാലെ നടക്കുന്ന പൈതലാണോ നീ? എൻ്റെ ആത്മാവിൽ സഞ്ചരിക്കുന്ന പൈതലാണോ? കാറ്റുപോലെ നടക്കുന്ന പൈതലാണോ? ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതത്തിന് വേണ്ടി ദാഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന ഒരു മകനാണോ മകളാണോ നീ? എന്നാൽ ഞാൻ നിന്നോടൊരു ദൂത് പറയാം. ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ സിംഹാസനത്തിൻ്റെ അടുത്ത് ചുറ്റും ഇരിക്കുന്ന തലമുറകളാണ് പുറകെ നടക്കുന്ന. എൻ്റെ കണ്ണുനീരെന്ന് മാറും, എൻ്റെ വേദന എന്ന് മാറും, എൻ്റെ ഭാരം എന്ന് മാറും, എൻ്റെ ദുഃഖം എന്ന് മാറും. നീ ഇറങ്ങുമ്പോൾ പേടിക്കണ്ട, പേടിക്കണ്ട, പേടിക്കണ്ട. നിൻ്റെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവം പറയും, നീ കണ്ണുനീരിൻ്റെ നടുവിലും എൻ്റെ പിന്നാലെയാണ് നീ സഞ്ചരിക്കുന്നെങ്കിൽ പൈതലേ, നീ ലോകത്തിലുള്ള ഒന്നുമല്ല വലുത്. വലുതേതൊന്നും തിരിച്ചറിയേ. എന്താണ് വലുതെന്ന് തിരിച്ചറിയേ. എന്തിനാണ് പ്രാധാന്യമുള്ളതെന്ന് തിരിച്ചറിയേ. ജീസസ്. അപ്പച്ച പറഞ്ഞു, മക്കളെ, നിന്നെ കൊണ്ട് അങ്ങനെ ആകാൻ പറ്റത്തില്ല. പക്ഷേ നിൻ്റെ ജീവിതത്തെ മുഴുവൻ എൻ്റെ കയ്യിൽ തന്നാൽ ഞാൻ നിന്നെ അതുപോലെ ആക്കും. ആമേൻ. അങ്ങനെ ആകുന്ന ഒരു പൈതലിൻ്റെ പ്രാർത്ഥന ദൈവം പ്രസാദിക്കും. അങ്ങനെയുള്ള ഒരു പൈതലിൻ്റെ പ്രാർത്ഥന എന്ത് ചെയ്യും? ദൈവം 100% പ്രസാദിക്കും. കാരണം സ്വയം തകർന്നു. പ്രാർത്ഥന അവരെ പ്രാർത്ഥനയല്ല വരുന്നത്, ആത്മാവിൻ്റെ പ്രാർത്ഥന.
പാട്ട് അവരുടെ പാട്ടല്ല, ആത്മാവിൻ്റെ പാട്ട്. പ്രസംഗം അവരുടെ പ്രസംഗമല്ല, ആത്മാവിൻ്റെ പ്രസംഗം. ഇതെല്ലാം സ്വർഗത്തിൽ പ്രതിഫലമാണ്. കണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ 10 പോയിന്റ് പഠിച്ച് പ്രസംഗിക്കുന്ന പ്രസംഗം അവിടെ മാർക്കില്ല. പക്ഷെ ആത്മാവ് തരുന്ന പ്രസംഗം, ആത്മാവ് പ്രസംഗിക്കുന്ന ആലോചന, ആത്മാവിലുള്ള ദൂതുകൾ, ഓ ജീസസ്, ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 100ന് 100 മറുപടി കിട്ടും. നമ്മളെല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടൂല. എന്തുകൊണ്ടാണ്? അത് എൻ്റെ ഇഷ്ടത്തിലുള്ള പ്രാർത്ഥന ആയതുകൊണ്ടാണ്. പക്ഷേ ഒരു ആത്മീകൻ്റെ പ്രാർത്ഥന 100ന് 100% മറുപടി കിട്ടാൻ കാരണം അയാളുടെ ഹൃദയം കർത്താവിൻ്റെ അടുത്തിരിക്കുന്നു. അയാൾ ആത്മാവിൽ ജീവിക്കുന്ന ആളാണ്. അയാളുടെ വായിലൂടെ വരുന്നതൊന്നും അയാളുടെ ഇഷ്ടമല്ല, ഈ ആത്മാവിൻ്റെ ഇഷ്ടങ്ങളാണ് പ്രാർത്ഥനയിലൂടെ വരുന്നത്. അങ്ങനെ വരുന്ന പ്രാർത്ഥനയ്ക്ക് 100നും 100 ഉത്തരം ഉണ്ട്. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഹല്ലേലൂയ, ആമേൻ. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാത്തിനും പ്രാർത്ഥന മറുപടി വരുന്നില്ല. ആത്മാവിനുള്ള പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്യും? ആത്മാവ് ആഴങ്ങളെ ആരായി? ആത്മാവ് പക്ഷപാതം ചെയ്യും. എങ്ങനെ പക്ഷപാതം ചെയ്യും? ദൈവഹിതം തിരിച്ചറിഞ്ഞ് ആത്മാവ് പ്രാർത്ഥിക്കും. ആത്മാവ് എങ്ങനെ പ്രാർത്ഥിക്കും? റോമർ 8 ആത്മാവ് എങ്ങനെ പ്രാർത്ഥിക്കും? ദൈവഹിതം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കും. വേണ്ടുപോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നിങ്ങൾ അറിയുന്നില്ലല്ലോ. ആത്മാവ് ദൈവഹിത പ്രകാരം എന്ത് ചെയ്യുന്നു? പക്ഷപാതം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ ആത്മാവ് വേണ്ടും പോലെ എന്ത് ചെയ്യും? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ പ്രാർത്ഥന എങ്ങനെയുള്ള പ്രാർത്ഥനയാണ്? ആത്മാവിലുള്ള പ്രാർത്ഥനയാണ്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും മർക്കോസിലേക്ക് വരുമ്പോൾ ഹൃദയം കൊണ്ട് അകന്നിരിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല. അവൻ്റെ പേരാണ് എന്തോന്നാ? കപട ഭക്തൻ. അടുത്ത വരി. മാനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട്, മാനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങൾ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. നോക്കിക്കേ, എവിടെ പോയാലും കൈ കഴുകിയിട്ട് കയറണം, കാല് കഴുകിയിട്ടേ വീട്ടിൽ കയറാവൂ, ചിലയിടത്ത് പോയിട്ട് വന്നാൽ കുളിച്ചിട്ടേ വീട്ടിൽ കയറാവൂ. ഇതെല്ലാം ഇവരനുസരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ വചനം അവരുടെ ഹൃദയത്തിനകത്ത് ഇല്ല. അടുത്ത വരി. എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ദൈവകൽപ്പന വിട്ടും കളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പന എന്ത് ചെയ്തു? വിട്ടുകളഞ്ഞു. മനുഷ്യ സമ്പ്രദായം ഒരുപാട് പള്ളിയിലുണ്ട്, പക്ഷേ യേശുവില്ല. യേശു വെളിയില്ലേ? യേശുവില്ല, വചനമില്ല, സമ്പ്രദായമുണ്ട്. യേശു ഇപ്പോൾ ഇവിടെ വെളിയിൽ വാതിക്കൽ മുട്ടുകയാണ്. പള്ളിയിലെ വാതിക്കൽ. മക്കളെ, നീ അവിടെ കൂട്ടാടി അടിച്ചാലും കൂട്ടവിളി വിളിച്ചാലും ആരില്ല? ഞാൻ ഇല്ല. നീ എൻ്റെ അവിടുത്തെ കൽപ്പന എല്ലാം പുറമേ ഉള്ള കുറേ കൽപ്പനേ ഉള്ളൂ. നിൻ്റെ ആകെ ഒന്നും വിശുദ്ധമല്ല. പിന്നെ ഞാൻ എങ്ങനെ പ്രസാദിക്കും? നിൻ്റെ പുറത്ത് കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ട് നീ പറയുന്നു ഞാൻ എന്തോ നല്ല വിശുദ്ധിയുള്ള ആളാണ്, ഞാൻ ആരൊക്കെയാണെന്ന് കുറേ പറയുമ്പോൾ കർത്താവ് പറയുന്നു നിൻ്റെ ഭക്തി കപട ഭക്തി. അടുത്ത വാക്യം വായിച്ചേ. മർക്കോസ് സുവിശേഷം 7-ാം അധ്യായം അടുത്ത വാക്യം. പിന്നെ അവരോട് പറഞ്ഞത് നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിപ്പാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയുന്നത് നന്നായി. നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നും അപ്പനെയും അമ്മയെ പ്രാകുന്നവൻ മരിക്കണമെന്ന് മോശ പറഞ്ഞുവല്ലോ. നിങ്ങളോ ഒരു മനുഷ്യൻ അപ്പനോടോ അമ്മയോടോ നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാടെന്നർത്ഥമുള്ള ഖുർബാൻ എന്ന് പറഞ്ഞാൽ മതിയെന്ന് പറയുന്നു. തന്റെ അപ്പനോ അമ്മയ്ക്കോ മേലാൽ ഒന്നും ചെയ്യുവാൻ അവനെ സമ്മതിക്കുന്നതുമില്ല. ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നു. ദൈവത്തിന്റെ കൽപ്പന എല്ലാം ആൾക്കാരുടെ കൽപ്പന കൊണ്ട് എന്ത് ചെയ്യുന്നു? വേണ്ടതല്ല പറയുന്നത്, വേണ്ടാത്തതൊക്കെയാണ് മിക്ക പള്ളികളിൽ നോക്കുമ്പോൾ. ഈ വചനത്തിനകത്തുള്ള കാതലായ സത്യങ്ങൾ ഒരുപാട് സഭയ്ക്കകത്ത്, എല്ലായിടത്തും അല്ല, ഒരുപാട് സഭയ്ക്കകത്ത് ഇല്ല. പുറമേ ഉള്ള കുറേ കാര്യങ്ങളാണ് ഉള്ളത്. അടുത്ത വരി. സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നു. ഈ വക പലതും നിങ്ങൾ ചെയ്യുന്നു. പിന്നെ അവൻ പുരുഷാരത്തെ അരികെ വിളിച്ച് അവരോട്, എല്ലാവരും കേട്ട് ഗ്രഹിച്ചുകൊള്ളുവിൻ. പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും. നിന്റെ ചുവന്ന ഷർട്ടോ കറുത്ത പാൻറ്റോ പിന്നെ നീല ബ്ലൗസോ ഒന്നും നിന്നെ അശുദ്ധി വരുത്തൂല. കണ്ടോ?
ഒന്നും അശുദ്ധി വരുത്തൂല. അടുത്ത് അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല. അവനിൽ നിന്ന് പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ പുറത്തൊക്കെ നമ്മുടെ പള്ളിയിൽ നമുക്ക് ആരാധിക്കാൻ എല്ലാം ചെയ്യാം, പക്ഷേ അടുത്ത വരി അവനിൽ നിന്ന് പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. കണ്ടോ, കർത്താവ് പറഞ്ഞ മക്കളെ, പുറത്തിടുന്ന നീല ഷർട്ടിൻ്റെയോ വെള്ള ഷർട്ടിൻ്റെയോ മഞ്ഞ ഷർട്ടിൻ്റെയോ ചുവന്ന ഷർട്ടിൻ്റെയോ അല്ലെങ്കിൽ ബ്ലൗസിൻ്റെയോ നിന്റെ ചുരിദാറിൻ്റെ കളറിലോ വർക്കിൻ്റെ കളറിലോ ഉള്ള ഒന്നും അല്ല മക്കളെ അശുദ്ധി വരുത്തുന്നത്. അശുദ്ധി വരുത്തുന്നതിൻ്റെ അകമാണ്. കണ്ടോ, അടുത്ത വരി. കേൾപ്പാൻ ചെവി ഉള്ളവൻ കേൾക്കട്ടെ. എന്നിട്ട് അപ്പച്ചൻ വ്യക്തമായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ അവിടെ എഴുതിയിരിക്കുന്ന വാക്യമാണ്, കേൾപ്പാൻ ചെവി ഉള്ളവൻ കേൾക്കട്ടെ. കേൾപ്പാൻ ചെവി ഉള്ളവൻ കേൾക്കട്ടെ. കർത്താവ് പറഞ്ഞ മക്കളെ, കേൾപ്പാൻ ചെവി ഉള്ളവൻ കേൾക്കട്ടെ. നീ പുറത്തുള്ളതിനെല്ലാം നീ പ്രമാണിക്കുന്നു, പക്ഷെ അകത്തുള്ള അശുദ്ധിയെ അതിരുന്നിട്ട് പുറത്ത് മാത്രം പ്രമാണിച്ചിട്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? കേട്ടോ, അടുത്ത വരി. വീട്ടിൽ ചെന്ന ശേഷം ശിഷ്യന്മാർ ആ ഉപമയെ കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ അവരോട്, ഇങ്ങനെ നിങ്ങളും ബോധമില്ലാത്തവരോ? ഇങ്ങനെ നിങ്ങളും ബോധം ഇല്ലാത്തവരോ? പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും. ശിഷ്യന്മാരോട് നിങ്ങൾക്ക് ബോധമില്ലല്ലേ ഇത്രയും ദിവസം എൻ്റെ കൂടെ നടന്നിട്ട്? നമുക്ക് ഇതുപോലെ തന്നെ ചില സമയം നമ്മളെ ബോധം പോകും. വല്ലപ്പോഴും നമ്മൾ എബ്രായർ 4:2 പറയും പോലെ നമ്മൾ വല്ലപ്പോഴും എന്ത് ചെയ്യും? ഒഴുകിപ്പോകും. വിശ്വാസത്തിൽ നിന്ന് ഒഴുകിപ്പോകും, വിശുദ്ധിയിൽ നിന്ന് ഒഴുകിപ്പോകും, വേർപാടിൽ നിന്ന് ഒഴുകിപ്പോകും, ഞാൻ ദൈവ പൈതലാണെന്നുള്ള ചിന്തയിൽ നിന്ന് ഒഴുകിപ്പോകും, സത്യവചനത്തിൽ നിന്ന് ഒഴുകിപ്പോകും. പിന്നെ ലോകത്തിൽ നല്ല ഒരു ഇത് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ജീവിതമൊക്കെ ചില സമയം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓന്തിൻ്റെ നിറം മാറും പോലെ മാറും. എൻ്റെ കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, മക്കളെ, നീ ഇത്രയും ദിവസം എൻ്റെ കൂടെ നടന്നിട്ടും നിങ്ങൾക്കും ബോധമില്ലയോ? ബോധം പോയോ? ബോധം പോയോ? അടുത്ത വരി. പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല എന്ന് തിരിച്ചറിയുന്നില്ലയോ? കണ്ടോ, യാതൊന്നിനും വാക്കുണ്ടോ? പുറത്തുനിന്ന് കഴിക്കുന്നതിനോ പിന്നെ ധരിക്കുന്നതിലോ ഒന്നുമല്ല അശുദ്ധി. എത്ര വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. അടുത്ത വരി. അത് അവന്റെ ഹൃദയത്തിലല്ല വയറ്റിലത്രേ ചെല്ലുന്നത്. അതെവിടെ പോകും? കഴിക്കുന്നതില്ല. ചെളി പറ്റിയാലും കേടുവന്ന ഭക്ഷണമായിരുന്നു, വയറിന് ബുദ്ധിമുട്ട് വരുമെന്നേ ഉള്ളൂ. എല്ലാം പോകുന്നത് വയറ്റിലാണ്. പക്ഷേ മനുഷ്യൻ്റെ പാവം വരുന്ന വയറ്റിൽ നിന്നല്ല, ഹൃദയത്തിൽ നിന്ന്. കണ്ടോ, കർത്താവ് പറഞ്ഞു തരികയാണ്, മക്കളെ, വയറ്റിലുള്ള കഴിച്ച ഭക്ഷണം നിൻ്റെ വയറ്റിനകത്താണ് പോകുന്നത്. അവിടെ നിന്ന് നിനക്ക് ഇനിയിപ്പം പാവമൊന്നും വരാൻ പോകുന്നില്ല, അത് പുറത്തു പോകും. പക്ഷേ നിൻ്റെ ഹൃദയത്തിനകത്ത് നടന്നു വരുന്നത് പാവം. അടുത്ത വരി. അത് അവന്റെ ഹൃദയത്തിലല്ല വയറ്റിലത്രേ ചെല്ലുന്നത്, പിന്നെ മറപ്പുരയിലേക്ക് പോകുന്നു. ഇങ്ങനെ സകല ഭോജ്യങ്ങൾക്കും ശുദ്ധി വരുത്തുന്നു എന്ന് പറഞ്ഞു. അടുത്ത വരി. മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അകത്ത് നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, ഹൃദയത്തിനകത്ത് വരുന്ന ദുർചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത. എന്ത് കിട്ടിയാലും തികയൂല, എവിടെ എന്ത് കണ്ടാലും വേണമെന്ന് തോന്നുന്നു. അത്യാഗ്രഹം, ഇതെല്ലാം അത്യാഗ്രഹത്തിന് കൂടുതലുള്ള ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടിയാലും പറഞ്ഞ് ഒരു പരുവായിട്ട് പറയും. ദൂഷണം. അടുത്ത് അഹങ്കാരം, മൂഢത. അഹങ്കാരം കണ്ടോ, അഹങ്കാരം എന്താണെന്നറിയാമോ? പിടിച്ചാൽ കിട്ടൂല അഹങ്കാരം. അടുത്ത് മൂഢത എന്നിവ പുറപ്പെടുന്നു. അടുത്ത് ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്നും അവൻ പറഞ്ഞു. മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതെല്ലാമാണ്, പുറത്തുള്ളതൊന്നും അല്ല. ഈ അശുദ്ധി എൻ്റെ അകത്തുണ്ടെങ്കിൽ ഈ ഹൃദയത്തിനകത്ത് വരുന്ന പരിശുദ്ധന്മാർ കൂടെ വരുമോ? ഇല്ല. ഇതിരിക്കുന്ന ഹൃദയത്തിനകത്ത് പരിശുദ്ധന്മാർ വരുമോ? ഇല്ല. ഈ ഹൃദയത്തിനകത്ത് നിന്ന് ഇറങ്ങിപ്പോണം. ഇതിറങ്ങിപ്പോകാൻ ഒറ്റ വഴി, യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. മറ്റൊരാളൊരു നമ്മളെ കൂടെ പഠിച്ച ഒരാൾ, അടുത്ത ഒരാൾ ജോലി കിട്ടിയെന്നിരിക്കട്ടെ, നമ്മൾ പറയും എന്നെക്കാളും ഒന്നും പഠിക്കാത്ത എൻ്റെ അകത്തുള്ള അസൂയ എന്ത് ചെയ്യും? പൊട്ടും. നിങ്ങൾക്ക് മനസ്സിലായി?
പറയുന്നയോ, അപ്പാ എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആളിന് എന്നെക്കാളും സമ്പത്ത് കൊടുത്തതിനായി സ്തോത്രം, ജോലി കൊടുത്തതിനായി സ്തോത്രം, ആ കുടുംബത്തെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം, സമാധാനം കൊടുത്തതിനായി സ്തോത്രം, സന്തോഷം കൊടുത്തതിനായി സ്തോത്രം, ആ കുടുംബത്തെ നടത്തിയതിനായി സ്തോത്രം. യേശുവേ, ആ കുടുംബത്തിനൊരു സ്വസ്ഥത കൊടുത്തല്ലോ, നന്ദി കർത്താവേ. അവർക്ക് എന്തെല്ലാം ഭൗതിക നന്മ കൊടുക്കുമ്പോഴും എൻ്റെ അകത്തൊരു അസൂയ വരാതിരിക്കാൻ ഏറ്റവും ഒന്നാമത്തെ മരുന്നാണ് സ്തോത്രം പറയുമ്പോൾ അസൂയ പൊട്ടും. ഹല്ലേലൂയ, സ്തോത്രം പറയണം. കർത്താവേ സ്തോത്രം, ദൈവമേ സ്തോത്രം, അയാളെ ഇതെല്ലാം ഇത്രത്തോളം അനുഗ്രഹിച്ചല്ലോ, അപ്പം നന്ദി കർത്താവേ നന്ദി എന്ന് പറയാൻ കഴിഞ്ഞാൽ അവിടെ എനിക്ക് മറ്റൊരാളിനോട് വരുന്ന അസൂയ അല്ലെങ്കിൽ പക, പിണക്കം, അവിടെയൊക്കെ കർത്താവിൻ്റെ മുമ്പിൽ പക. ഇപ്പോൾ ഒരു ഉദാഹരണം, അസൂയ മാറാൻ ഇതാണ് മരുന്നെങ്കിൽ സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, പക, എനിക്ക് ഒരാളിനോട് പകയുണ്ട്, അത് മാറാൻ എന്ത് ചെയ്യണത്? നോക്കിയേ, ഞാനിങ്ങനെ നടന്ന് പോവുകയാണ്, എനിക്ക് വിരോധമുള്ള ഒരാളിങ്ങനെ വരികയാണ്. അയാൾ വരുമ്പോഴാണ് എനിക്ക് കാണുമ്പോൾ തന്നെ എൻ്റെ അകത്തെന്ത് ചെയ്യും? ഇരഞ്ഞ് എന്ത് ചെയ്യും? അതാ വരുന്നു കൊള്ളാൻ, ഇവനാണ് എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പോവുകയാണ്. ഇതിനകത്ത് ഭയങ്കര ഒരു വെപ്രാളവും പിടയിലും ഗ്യാസ് ഊറ്റി പൊട്ടിത്തെറിക്കും പോലെ, സോഡ തുറക്കും പോലെയൊക്കെ നടക്കുക. അപ്പം എങ്ങനെ അവിടെ രക്ഷപ്പെടാമെന്ന് ചോദിച്ചാൽ ഒറ്റ വഴിയേ ഉള്ളൂ. കർത്താവേ, ഞാനിവിടെ മരിച്ചേപ്പാ, എൻ്റെ ഇവിടെ മരിച്ചേ, ഇനി കർത്താവിന് എന്താണോ അയാളോട് സംസാരിക്കണോ സംസാരിച്ചോ, ചിരിക്കണോ ചിരിച്ചോ, കർത്താവിന് എന്തെങ്കിലും പറയണോ പറഞ്ഞോ, ഞാൻ മരിച്ചു. ഇത് പറയുമ്പോൾ സോഡാ കുപ്പി തുറന്നില്ലേ, ഇതെല്ലാം അങ്ങ് പോകും. 100 അനുഭവം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പറയും, ഇതിനകത്ത് ഏത് വിഷയമുണ്ടെങ്കിലും അവിടെ മരണത്തിന് വിട്ടുകൊടുത്താൽ അപ്പോൾ ഇയാളിനോടെല്ലാം എല്ലാം പോകും. ഇയാളിനോട് ഈ വിഷയം മാത്രമല്ല, നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി, യേശുപ്പാ ഞാൻ മരിച്ചു, അപ്പാ ഞാൻ മരിച്ചു, ഇവിടെ എനിക്ക് കർത്താവ് മാത്രം സംസാരിച്ചാൽ മതി, ഇടപെട്ടാൽ മതി, ഞാനിവിടെ തോറ്റു, ഇവിടെ മൊത്തം പിടച്ചുകൊണ്ട് വരിക. കാരണം ഈ ജഡം കയറി വന്നുകൊണ്ടിരിക്കുക, എൻ്റെ മനസ്സിൻ്റെ ചിന്ത കയറി വന്നുകൊണ്ടിരിക്കുക, പാപമനുഷ്യൻ കയറി വന്നുകൊണ്ടിരിക്കുക, സ്വോത്ര ആലോചന പറയുന്ന സാത്താൻ കയറി വന്നുകൊണ്ടിരിക്കുക, ഇവൻ്റെ ഇഷ്ടം വേണ്ട, ഞാൻ മരിച്ചു. ഇവിടെയാണ് ജയം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇടപെടാതെ സ്തോത്രം ചെയ്യുവാൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നു, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നു, എല്ലാത്തിനും പറഞ്ഞ് സ്തോത്രം ചെയ്യണം. അപ്പോൾ പാപം നമ്മളെ വിട്ട് ഓടും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഇതിനകത്ത് പറയുന്ന മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതൊക്കെയാണ്. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഇത് ഏതെങ്കിലും നമ്മളകത്തുണ്ടോ? പിണക്കം, പക. 1 കൊരിന്ത്യർ 6:9 വായിക്കുമ്പോൾ, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 18-19, ഗലാത്യർ 5:18-19 വായിച്ചേ. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. കണ്ടോ? ഭിന്നതയുണ്ടോ? അസൂയ ഉണ്ടോ? പകയുണ്ടോ? പിണക്കമുണ്ടോ? പിണക്കമുണ്ടെങ്കിൽ പിണങ്ങിക്കൂടെ നമുക്ക്. ആരോടും പിണങ്ങിയിരിക്കാനുള്ള ഇത് ഇല്ല. പിണക്കമുണ്ടോ? പകയുണ്ടോ? വിരോധമുണ്ടോ? ഇതൊക്കെ എവിടെ ഇരിക്കുക? ഹൃദയത്തിനകത്ത് ഇരിക്കുമ്പോൾ ഇതിനകത്ത് പരിശുദ്ധാത്മാവ് വരുമോ? വരില്ല. ഇതിനകത്ത് ഇതെല്ലാം നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഇന്ന് രക്തത്താൽ, കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിച്ചേ, ഈ ഹൃദയത്തിനകത്ത് ഈ പകയും പിണക്കയൊക്കെ ഇരിക്കുമെങ്കിൽ പരിശുദ്ധാത്മാവ് വരുമോ? ഇല്ല. വരുമോ? ഇല്ല. പപ്പയെ അമ്മയെ ഉപദ്രവിച്ചിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ വരുമോ അകത്ത്? വരൂല. ചീത്ത വിളിച്ചിട്ട് വന്നിരുന്നതിനകത്ത് പരിശുദ്ധാത്മാവ് വരുമോ? വരുമോ? ഇല്ല. ഉടക്കൂടിയിട്ട് വന്നിരുന്ന വരുമോ? ഇല്ല. അപ്പോൾ ഇതിനകത്ത് വരണമെങ്കിൽ എന്ത് ചെയ്യണം? യേശുവേ, ആ രക്തം കൂടെ എൻ്റെ ഹൃദയത്തെ കഴുകണം. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഈ വരച്ച ഇത് ഞാൻ കൊടുക്കട്ടെ. അവൻ എന്തുമാത്രം അത് കഷ്ടപ്പെട്ട് അവൻ്റെ സമയമെല്ലാം കളഞ്ഞ് അവനത് ഉണ്ടാക്കി, അതത് വരച്ചിട്ട് അവനത് വിലപ്പെട്ടതായിട്ട് വേറൊരാൾക്കത് കൊടുക്കുമ്പോൾ അവർക്കത് വിലയോടെ സൂക്ഷിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, കർത്താവിനെ പഠിപ്പിച്ച കാര്യമാണ്, ദൈവത്തിന് എത്രമാത്രം വിലപ്പെട്ടതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധമായ ആത്മാവ്. ആ ആത്മാവിനെ നമുക്ക് ദൈവം തരണമെങ്കിൽ നമ്മൾ ആത്മാവിനെ എന്തുമാത്രം വില മതിക്കണം. നമ്മൾ എന്തുമാത്രം വില മതിച്ചാൽ മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ദൈവം തരുള്ളൂ. അല്ലാതെ ചുമ്മാതൊന്നും കർത്താവിൻ്റെ ആത്മാവിനെ നമുക്ക് പ്രാപിക്കാൻ കഴിയില്ല. കാരണം വചനത്തിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, കാത്തിരിക്കുന്നവർക്കാണ് ദൈവം അത് കൊടുക്കുന്നത്. കാത്തിരിക്കുന്നവർക്ക്. കാത്തിരിക്കണമെങ്കിൽ അത്രത്തോളം വിലയുള്ളതായിരിക്കണം. അത്രത്തോളം വിലയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയേ നമ്മൾ കാത്തിരിക്കാറുള്ളൂ. അങ്ങനെ കാത്തിരിക്കുന്ന മനസ്സുകളെ കർത്താവ് നോക്കുകയും ചെയ്യും. തക്ക സമയമാകുമ്പോൾ കർത്താവിൻ്റെ ആത്മാവിനാൽ കർത്താവ് നിറയ്ക്കുകയും ചെയ്യും. ഇതിനോടൊപ്പം തന്നെ കർത്താവ് ചിന്തിപ്പിച്ച മറ്റൊരു വിഷയമാണ്, നമ്മുടെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട്, 500-ലധികം പേർക്ക് യേശു ക്രിസ്തു പ്രത്യക്ഷനായി. ഉയർന്നെഴുന്നേറ്റ ശേഷം 500-ലധികം പേർക്ക് പ്രത്യക്ഷനായി. എന്നാൽ ആത്മാവ് പ്രാപിച്ചവർ 120 പേരേ ഉള്ളൂ.
അപ്പോൾ 500-ൽ ബാക്കിയുള്ളവരെവിടെ? 500-ലധികം പേർക്ക് ഉയർത്തെഴുന്നേറ്റ ശേഷം പ്രത്യക്ഷപ്പെട്ടെങ്കിൽ മർക്കോസിൻ്റെ മാളിക മുറിയിൽ ആത്മാവ് പ്രാപിക്കാനിരുന്നത് വെറും 120 പേരാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങൾക്ക് അയക്കും, നിങ്ങൾ കാത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ശക്തി വരും. അപ്പോൾ ഒരു ദിവസം കാത്തിരുന്നവരുണ്ടാവും. കാര്യം പെന്തക്കോസ്ത് നാൾ വന്നപ്പോഴാണ് കർത്താവ് ആത്മാവിനാൽ നിറയ്ക്കുന്നത്. അപ്പോൾ അത്രയും നാൾ ക്ഷമയോടെ കാത്തിരുന്നവരുടെ മേലാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം പകർന്നത്. അപ്പം നമ്മളും എന്തുമാത്രം കാത്തിരിക്കണം ദൈവസന്നിധിയിൽ, ഇത്രയും വിലപ്പെട്ട ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ പ്രാപിക്കണമെങ്കിൽ. അപ്പോൾ കർത്താവ് എപ്പോഴും കർത്താവിൻ്റെ വചനത്തെ വിട്ട് പുറത്തു നിന്ന് ഒരിക്കലും ദൈവം പ്രവർത്തിക്കില്ല. കാരണം കർത്താവിൻ്റെ വചനം എന്ന് പറയുന്നത് യേശുവാണ്. അപ്പോൾ യേശുവിലൂടെ അല്ലാതെ നമുക്കൊരിക്കലും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ പറഞ്ഞത്, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യതയുള്ളവനല്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും ശത്രുക്കളെ നിങ്ങൾ സ്നേഹിപ്പിൻ എന്ന് പറഞ്ഞു. അത് ആത്മാവിൻ്റെ ഒരു ഫലമാണ്. സ്നേഹം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഒരു ഫലമാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ സ്നേഹിക്കണമെങ്കിൽ അവിടെ ശത്രു വേണം. ശത്രു ഉണ്ടെങ്കിലേ നമുക്ക് സ്നേഹം നമ്മുടെ ഉള്ളിൽ കർത്താവിന് ഉളവാക്കാൻ പറ്റുള്ളൂ. നമ്മളല്ല സ്നേഹിക്കുന്നത്, കർത്താവിൻ്റെ ആത്മാവ് നമ്മളിൽ നിറഞ്ഞിട്ട് നമ്മൾ ശത്രുവിനെ ആത്മാവിൽ നിറയുമ്പോൾ നമ്മളിൽ വരുന്ന ഫലമാണ് സ്നേഹം. അങ്ങനെയാണ് നമുക്ക് ശത്രുവിനെ സ്നേഹിക്കാൻ പറ്റുന്നത്. അപ്പോൾ ശത്രുവിനെ ദൈവം എന്തിനാണ് അനുവദിക്കുന്നത്? നമ്മൾ ശത്രുവിനെ കണ്ട് ഉടനെ പേടിച്ച് പിന്നെ എന്താ പ്രാർത്ഥിക്കുന്നത്? പിന്നെ അവർ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിലെ ആഗ്രഹം ഇതാണ്, അവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം. ജഡത്തിൻ്റെ ഇഷ്ടം അതാണ്. അതാണ് ജഡത്തിൻ്റെ ഇഷ്ടം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് പറയാൻ കാരണം. അപ്പം നമ്മളുടെ അകത്ത് നമുക്ക് ഒരു ദൈവത്തിൻ്റെ സ്നേഹം, അതായത് ആത്മാവിൻ്റെ ഫലം, യേശുവിൻ്റെ സ്വഭാവം നമ്മൾക്കകത്ത് വരണമെങ്കിൽ ജഡത്തിന് കഷ്ടത ഉണ്ട്. ജഡം കഷ്ടപ്പെട്ടാലേ, അല്ലെങ്കിൽ നമ്മുടെ ജഡം ചത്താലേ നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ സ്വഭാവം ഉളവായി വരുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യുക? തന്നെത്താൻ ത്യജിക്കുക, നിങ്ങൾ മരിക്കുക എന്ന് പറഞ്ഞത്. നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനത്തിലോട്ട് പോകുമ്പോൾ അതിനകത്ത് 5-ാം അധ്യായത്തിൽ വരുമ്പോൾ ഒരു വചനം കർത്താവ് നമുക്ക് തരുന്നത് ഇപ്രകാരമാണ്. റോമർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് 5-ാം അധ്യായം 3-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്, അതുതന്നെയല്ല കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കഷ്ടത നമ്മളിൽ എന്താണ് ഉണ്ടാക്കുന്നത്? സഹിഷ്ണുത ഉണ്ടാക്കും നമ്മുടെ ജീവിതത്തിൽ. അത് നമ്മൾ പിശാചിൻ്റെ കൂടെ നടന്നിട്ട് പിശാച് നമ്മളെ തകർക്കുന്ന കഷ്ടതയല്ല. അത് നമ്മൾ ജഡത്തിൽ സ്വന്തമായിട്ട് ഓരോന്ന് ചിന്തിച്ച് പിശാചിനെ കൂട്ടുപിടിച്ച് നടക്കുമ്പോൾ പല കഷ്ടതകൾ വരും. കാര്യം പിശാച് വരുന്നത് അറുക്കാനും മുടിക്കാനും കൊല്ലാനുമാണ്. അപ്പോൾ പിശാചിന് നമ്മൾ ഡോറ് തുറന്ന് കൊടുത്തിട്ട് പിശാച് വന്ന് നമ്മുടെ ജീവിതത്തിൽ പലതും ചെയ്തിട്ട് പോകുന്നതിന് ദൈവം അതിന് ഉത്തരവാദിയല്ല. അപ്പം നമ്മുടെ ജീവിതത്തിനകത്ത് ക്രിസ്തുവിനോട് കൂടെയുള്ള കഷ്ടമുണ്ട്. അതായത് നമ്മുടെ ഹൃദയത്തിനകത്ത് യേശുവിനെ നമ്മൾ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ച് നമ്മുടെ ഹൃദയത്തിനകത്തുള്ള പാപങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് ഒരു കഴുകൽ പ്രാപിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ അകത്ത് നിറഞ്ഞ് അങ്ങനെ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമുക്ക് കഷ്ടതയുണ്ട്. ആ കഷ്ടതയെന്ന് പറയുന്നത് കർത്താവിൻ്റെ സ്വഭാവം നമ്മളിൽ ഉളവാക്കാനാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധത. ഈ സിദ്ധതയെന്ന് വെച്ചാൽ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്ന് പറയുന്നത് യേശുവിൻ്റെ സ്വഭാവം, ക്യാരക്ടർ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നുവെന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഞാൻ അപ്പോസ്തല പ്രവൃത്തി ധ്യാനിക്കുന്ന സമയത്ത്, ഞാൻ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ആഴമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നതാണ് എങ്ങനെയാണ് പൗലോസ് ഭൂലോകത്തെ ഇളക്കി മറിക്കുന്നവനായത്. എത്രത്തോളം ചത്തോ അത്രത്തോളം ഭൂലോകത്തെ ഇളക്കി മറിക്കുന്നവനായിട്ട് മാറി. എത്രത്തോളം നമ്മൾ ചാകുന്നുവോ അത്രത്തോളം നമ്മളിലൂടെ ദൈവകൃപ വെളിപ്പെടും. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളിൽ പ്രശംസിക്കില്ല, ഞാനാണിത് ചെയ്തതെന്ന് ഞാൻ ഒരിക്കലും പ്രശംസിക്കില്ല. കാര്യം നമുക്ക് തന്നെ അറിയാൻ പറ്റും ഇത് ക്രിസ്തു നമ്മളിൽ നിറഞ്ഞിരുന്ന് ക്രിസ്തുവിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, കഷ്ടത സഹിഷ്ണുതയെ, സഹിഷ്ണുത സിദ്ധതയെ, സിദ്ധത പ്രത്യാശ. അപ്പം നമ്മുടെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് ഓർമ്മപ്പെടുത്തുകയാണ്,
നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു കഷ്ടത വരുമ്പോൾ, ഒരു യഥാർത്ഥ ദൈവപൈതലിൻ്റെ ജീവിതത്തിനകത്ത് കഷ്ടതകളും വേദനകളും ഒറ്റപ്പെടലും വരുമ്പോൾ ദുഃഖിക്കാനല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അത് കൂടുതലായി കർത്താവിനോട് നമ്മളെ അടുപ്പിക്കുന്ന വഴിയാണ് കഷ്ടത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പത്രോസ് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ, ആ പത്രോസിൻ്റെ ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. പത്രോസ് സ്വയത്തിൽ, ഇന്ന് പലരും കർത്താവിനെ ശുശ്രൂഷിക്കുന്നത് സ്വയത്തിലാണ് കർത്താവിനെ ശുശ്രൂഷിക്കുന്നത്. അങ്ങനെ ശുശ്രൂഷിച്ച് അവസാനം തള്ളിപ്പറയുന്ന ഒരു ലെവലിലോട്ട്, അതായത് യേശുവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ലെവലിലോട്ട് പോകേണ്ടി വരും. പത്രോസ് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ഞാൻ ഇവരെല്ലാവരെക്കാളും അധികം ഞാൻ എന്ത് ചെയ്യാനാണ്? നിൻ്റെ കൂടെ ഞാൻ തടവിലാകാനും നിനക്ക് വേണ്ടി ഞാൻ മരിക്കാനും എല്ലാത്തിനും ഞാൻ ഒരുക്കമാണ്. അപ്പോൾ കർത്താവ് നോക്കുമ്പോൾ അവൻ ജഡമാണ്, കാരണം കർത്താവിൻ്റെ ആത്മാവ് അവനിൽ വന്നിട്ടില്ല. അപ്പോൾ കർത്താവിനറിയാം ഇവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നുള്ളത്. കർത്താവ് അവൻ്റെ ഉദ്ദേശം നോക്കിയപ്പോൾ കർത്താവിന് ഇഷ്ടപ്പെട്ടു. എന്നോടുള്ള ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ കർത്താവ് പത്രോസിന് തന്നെ വെളിപ്പെടുത്തി കൊടുത്തു, നീ ഒന്നുമല്ലാന്ന്. വെറും ഒരു ബാല്യക്കാരിയുടെ മുൻപിൽ പത്രോസ് 3 തവണ കർത്താവിനെ തള്ളിപ്പറയേണ്ടുന്ന ആ ഒരു സാഹചര്യം വന്നപ്പോൾ കർത്താവ് തന്നെ പത്രോസിന് വെളിപ്പെടുത്തി കൊടുത്തു, നീ നിൻ്റെ സ്വയത്തിൽ എത്രത്തോളം എൻ്റെ പുറകെ വരാൻ നോക്കിയാലും അത് നടക്കത്തില്ല. നീ ചത്തല്ലാതെ, നീ ഉടഞ്ഞല്ലാതെ, നീ തകർന്നല്ലാതെ ഒരിക്കലും നിനക്കെൻ്റെ പുറകെ വരാൻ പറ്റത്തില്ല എന്ന് പത്രോസിന് കർത്താവ് തെളിയിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലോട്ട് വരുമ്പോൾ പത്രോസിനോട് കർത്താവ് ചോദിക്കുന്ന ഒരു വരിയുണ്ട്, പത്രോസേ, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു. അവിടെ അതിൻ്റെ ഒറിജിനൽ, അതിൻ്റെ ട്രാൻസ്ലേഷനിൽ അഗപ്പെ എന്നാണ് പറയുന്നത്. അഗപ്പെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള സ്നേഹമാണ്. അതൊരിക്കലും മനുഷ്യനുണ്ടാവില്ല, ദൈവം തന്നാലേ ഉള്ളൂ. ദൈവം നിറച്ചാലേ ആ സ്നേഹം നമുക്ക് വരുള്ളൂ. അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്, പരിശുദ്ധമായ സ്നേഹമാണ്. അഗപ്പെ സ്നേഹമാണ് കർത്താവ് ചോദിക്കുന്നത്. കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നത്, പത്രോസേ, നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പത്രോസിനത് മനസ്സിലായി. പത്രോസ് താൻ തകർന്നിട്ട് പറയുകയാണ്, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് വെച്ചാൽ ഫിലയോ എന്നാണ്. അത് രണ്ട് അർത്ഥമാണ് അവിടെ വരുന്നത്. കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. കാര്യം പത്രോസിന് മനസ്സിലായി, എൻ്റെ അകത്ത് ദൈവം ഈ പറയുന്ന സ്നേഹം എൻ്റെ അകത്ത് ഇല്ല. കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് വെച്ചാൽ ഫിലയോ സ്നേഹമാണ്, മാനുഷികമായ സ്നേഹമാണ്. എനിക്ക് നിന്നോട് ഫിലയോ ഉള്ളൂ. എൻ്റെ ജീവനെ തരാനുള്ള സ്നേഹം എൻ്റെ ഉള്ളത്തിനകത്ത് ഇല്ല. കർത്താവ് രണ്ടാമതും ചോദിക്കുന്നു, ഓ ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെയാണ് ചോദിക്കുന്നത്, ഓ യോഹന്നാൻ്റെ മകനായ ശീമോനെ, നിനക്കെന്നോട് അകപ്പയുണ്ടോ? നിനക്കെന്നോട് സ്നേഹമുണ്ടോ? അപ്പോൾ പത്രോസ് പിന്നെയും പറയാണ്, ഓ കർത്താവ്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. 3ാമത്തെ തവണ കർത്താവ് ചോദിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെയാണ് ചോദിക്കുന്നത്, പത്രോസേ, നിനക്കെന്നോട് പ്രിയമെങ്കിലും ഉണ്ടോ? നിനക്കെന്നോട് ഫിലയോ എങ്കിലും ഉണ്ടോ? അപ്പോഴാണ് പത്രോസ് അവിടെ മൊത്തം തകർന്നിട്ട് പറയുകയാണ്, കർത്താവേ, നീ സകലതും അറിയുന്നു. ഇതുപോലെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. യേശുപ്പ, എനിക്ക് അങ്ങയുടെ പിന്നാലെ വരാൻ കഴിവൊന്നുമില്ല, പക്ഷെ ആഗ്രഹമുണ്ട്. ആഗ്രഹിക്കുന്ന ഉള്ളത്തെ കർത്താവ് ഉറപ്പായിട്ട് നിറയ്ക്കും എന്ന് വെച്ചാൽ ഉറപ്പായിട്ട് നിറയ്ക്കും. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ എത്രത്തോളം കർത്താവിന് വേണ്ടി നിൽക്കാൻ ആഗ്രഹമുണ്ടോ? യേശു വേറൊന്നുമല്ല നോക്കുന്നത്. കാര്യം യേശു എന്താണ് മനുഷ്യന് വേണ്ടി എന്താ ചെയ്തത്? തന്നെത്താൻ തകർത്തിട്ട് എന്ത് ചെയ്തു? ആ വിലപ്പെട്ട രക്തം എങ്ങനെയാണ് ഒഴുകിയത്? തകർന്നതുകൊണ്ടാണ് ഒഴുകിയത്. തകരാതിരുന്നെങ്കിൽ ആ വിലപ്പെട്ട രക്തം നമുക്ക് വേണ്ടി ഒഴുകൂല. അപ്പം തകരാൻ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ്, കഷ്ടത സഹിച്ചത് കൊണ്ടാണ് ആ രക്തം നമുക്ക് വേണ്ടി ഒഴുകിയത്. എന്നിട്ട് എന്ത് ചെയ്തു? ആ രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നു. എല്ലാ രക്ഷ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെതാണ്, നമുക്കതിൽ ഒരു പാർട്ടും ഇല്ല. മനുഷ്യനെ രക്ഷിക്കുന്നത് പൂർണ്ണമായും ദൈവമാണ്, ദൈവത്തിൽ നിന്നുള്ളതാണ്. അതിലൊരിക്കലും മനുഷ്യനതിൽ അല്പം പോലും പാർട്ടില്ല. കാരണം യേശുവിൻ്റെ രക്തം കൊണ്ട് നമ്മളെ ശുദ്ധീകരിക്കാൻ യേശു തയ്യാറാണ്. യേശുവിൻ്റെ ആ സ്വഭാവത്തെ നമ്മളിൽ നിറയ്ക്കാൻ യേശു തയ്യാറാണ്. യേശുവിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മളിൽ നിറച്ച് നമ്മളിലൂടെ യേശുവിന് വെളിപ്പെടാൻ ഇഷ്ടമാണ്. എന്നിട്ടും നമുക്കാണ് മനസ്സില്ലാത്തത്. സകലവും ചെയ്യാൻ കർത്താവ് ഒരുക്കമാണ്. നമ്മളിന്നും വേറെ എന്തിൻ്റെയോ പുറകെ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, യെരൂശലേമേ, നിന്നെ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴെ മറയ്ക്കുന്നത് പോലെ, നിന്നെ എനിക്ക് എത്ര വട്ടം ചേർത്ത് കൊള്ളാൻ മനസ്സുണ്ടായിരുന്നു, പക്ഷെ നീയോ നിനക്കെൻ്റെ അടുക്കൽ വരുവാൻ മനസ്സായില്ല. ഇതേപോലെ നമ്മളിന്ന് വേറെന്തിൻ്റെയൊക്കെയോ പുറകെയാണ്. നമ്മുടെ ചിന്തകളെ നമ്മൾ തന്നെ ശോധന ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഹൃദയം എവിടെയായിരിക്കുന്നു എന്നുള്ളത്. നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഈ ചർച്ചിൽ വരുന്നു, നമ്മൾ ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എല്ലാം ചെയ്യുന്നു, ശരിയാണ്. പക്ഷെ നമ്മുടെ ജീവിതമാണ് കർത്താവ് നോക്കുന്നത്. ഓരോ ദിവസമുള്ള നമ്മുടെ ജീവിതം നമ്മൾ എത്രത്തോളം കർത്താവിൻ്റെ മുന്നിൽ തകരാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഒരു കഷ്ടത വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ശത്രുവിനെ കർത്താവ് നമ്മുടെ മുന്നിൽ അനുവദിക്കുമ്പോൾ എത്രത്തോളം. എനിക്ക് ആദ്യമൊന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ ഹൃദയം വേദനിപ്പിച്ച ചില വ്യക്തികളുണ്ടായിരുന്നു.
അപ്പോൾ അത് കർത്താവെ ഞാൻ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം ഞാൻ കർത്താവിനോട് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. കാര്യം എനിക്ക് കഴിവില്ല, എനിക്കത് മനസ്സിലായി. ഞാൻ എത്ര ഇത് പ്രമാണിക്കാൻ നോക്കിയാലും അതെന്നിൽ വരില്ല, കാര്യം ഹൃദയത്തിൽ വരില്ല. അപ്പം ഞാൻ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, യേശോപ്പാ എനിക്ക് അവരോട് സ്നേഹിക്കാൻ ഒരു തരി പോലും കഴിവില്ല യേശോപ്പാ. കർത്താവേ അങ്ങയുടെ കൃപയല്ലാതെ ഒന്നുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ തോറ്റു കർത്താവേ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവാണ് ശരിക്കും പറഞ്ഞ ആ കൃപ. അത് ഞാൻ അനുഭവിച്ചു, കർത്താവിൻ്റെ കൃപ ഞാൻ അനുഭവിച്ചു. കാര്യം കർത്താവിൻ്റെ കണ്ണിലൊരു പരിച്ഛേദന ചെയ്തു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിലാണെന്ന് തോന്നുന്നു. കർത്താവ് പറയുന്നുണ്ട്, നിന്റെ അകം പരിച്ഛേദന ചെയ്യുന്നത് യേശുക്രിസ്തുവാണ്. നമ്മുടെ അകത്തെ കീറുന്നത് പരിശുദ്ധാത്മാവിനാൽ യേശുക്രിസ്തുവാണ് അത് ചെയ്യുന്നത്. നമ്മുടെ അകം കീറണം, അകം തകരണം. കർത്താവ് പറഞ്ഞു, ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ട സമയത്ത് എന്ത് ചെയ്തു? ചിലത് വഴിയരികെ വീണു, ചിലത് പാറസ്ഥലത്ത് വീണു. അപ്പോൾ പാറസ്ഥലത്ത് വീണാൽ എന്ത് ചെയ്യണം? പാറ പൊടിയണം. പാറ പൊടിഞ്ഞ് നന്നായിട്ട് ഇടിഞ്ഞ് അത് മണ്ണായി അതിനകത്ത് ഈ വിത്ത് ഇറങ്ങണം, ആഴത്തിൽ ഇറങ്ങാൻ. അപ്പം നമ്മുടെ ഹൃദയം പാറയാണോ? നമ്മൾ തന്നെ ശോധന ചെയ്യണം. നമ്മുടെ ഹൃദയത്തിനകത്ത് വചനത്തിന് വേരൂന്നാൻ പറ്റുന്നില്ലേ? നമ്മൾ പാറയാണോ? അതോ നമ്മുടെ അകത്ത് മുള്ളുണ്ടോ? ധനത്തിൻ്റെ ചിന്തയാണോ? ഈ ഉപജീവനത്തിൻ്റെ ചിന്തയാണോ? ഇതിന് കറക്റ്റായിട്ട് ഫലം വരാതെ വണ്ണം എൻ്റെ ഹൃദയം പാറ പോലെയാണോ ഇരിക്കുന്നത്? എൻ്റെ ഹൃദയം വഴിയരികെ വീണതുപോലെയാണോ ഇരിക്കുന്നത്? അതോ എനിക്ക് എന്തെങ്കിലും ഒരു ശോധന വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ ഇട്ടിട്ട് പോകുന്ന ഒരു അവസ്ഥയാണോ? നമുക്കെല്ലാം അറിയാൻ പറ്റും. അപ്പോൾ ഈ അവസ്ഥകളിലെല്ലാം കർത്താവിൽ നമ്മൾ കീഴ്പ്പെട്ടാൽ, കർത്താവ് വേറെ ഒന്നുമല്ല ആഗ്രഹിക്കുന്നത്, നമ്മുടെ കീഴ്പ്പെടാനുള്ള മനസ്സ്, സറണ്ടർ ആകാനുള്ള മനസ്സ്. കർത്താവേ ഇന്നത്തെ ദിവസം ഞാൻ ജീവിക്കുമ്പോൾ എന്നിലൂടെ ഒന്നും വേണ്ട, കർത്താവ് തന്നെ വെളിപ്പെട്ടാൽ മതി എന്ന് നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നിടത്താണ് കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത്. കാരണം ദൈവത്തിന് പ്ലാനുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലോട്ട് വരുമ്പോൾ, നമ്മൾ 4-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ അവിടെ ഒരു വചനമുണ്ട്, കർത്താവ് ആരെന്നുള്ള ഒരു വചനമുണ്ട്. വെളിപ്പാട് 4-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ അതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, കെരൂബുകൾ കർത്താവിൻ്റെ ചുറ്റും നിന്ന് ആരാധിക്കുകയും മൂപ്പന്മാർ കർത്താവിൻ്റെ മുന്നിൽ നിന്ന് ആരാധിക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അതുമാത്രമല്ല, അതിൻ്റെ താഴത്തേക്ക് വരുമ്പോൾ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവേ നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിൻ്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ വചനം ഒന്ന് നമ്മൾ ആഴത്തിലിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, എല്ലാം നിൻ്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായി. അപ്പം നമ്മളിന്ന് ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ഇഷ്ടം കൊണ്ടല്ല. കർത്താവ് നമ്മളെ ലോകസ്ഥാപനത്തിന് മുന്നമേ കണ്ടു. കർത്താവിൻ്റെ പ്ലാനിനകത്ത് നമ്മൾ ഉണ്ടായിരുന്നത് കൊണ്ട്, നമ്മളുടെ അടുത്തുള്ള കർത്താവിൻ്റെ ഇഷ്ടം കൊണ്ട്, നമ്മളെ ശുദ്ധീകരിക്കാൻ കർത്താവിന് ഇഷ്ടം ഉണ്ടായിരുന്നത് കൊണ്ട്, നമ്മുടെ ഹൃദയത്തിനകത്ത് ആ തേജസ് വെളിപ്പെടുത്താനും, അതേപോലെ തന്നെ കർത്താവിൻ്റെ സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുന്ന ഇടത്ത് നമ്മളെ ഇരുത്തണമെന്ന് കർത്താവ് ഇഷ്ടപ്പെട്ടത് കൊണ്ട്, നമ്മളല്ല കർത്താവ് ഇഷ്ടപ്പെട്ടത് കൊണ്ട് നമുക്ക് കർത്താവ് ഇത് വെളിപ്പെടുത്തി തന്നു. അതേപോലെ സർവവും സൃഷ്ടിച്ചവനും നിൻ്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുൻപിൽ താഴെ ഇടും എന്നുള്ളൊരു വചനമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടി, ദൈവത്തിൻ്റെ പ്ലാന്, ദൈവത്തിൻ്റെ പദ്ധതി ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, യുദ്ധങ്ങളുണ്ടാവും, ക്ഷാമങ്ങളുണ്ടാവും. അമ്മയപ്പന്മാർ മക്കളെ ഏൽപ്പിച്ചു കൊടുക്കും, തിരിച്ചു അതേപോലെ തന്നെ. അതേപോലെ സ്നേഹം തണുത്തു പോകും, അധർമ്മം പെരുകും, അന്ത്യകാലത്ത് എന്തൊക്കെ സംഭവിക്കുമോ ഇതെല്ലാം കർത്താവ് പറഞ്ഞ് നമ്മളിതൊന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഇനി കൂടെയേ ഉള്ളൂ, കുറയൂല. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും കർത്താവിൻ്റെ വചനം മാത്രമേ നിവർത്തിയാകുള്ളൂ. അതാണ് വചനം പറയുന്നത്, ലോകത്തിൻ്റെ മോഹം എന്ന് പറയുന്നത് ഒഴിഞ്ഞു പോകും, ലോകത്തിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് നശിച്ചു പോകും. നമ്മളും ലോകത്തിൻ്റെ പ്ലാൻ അനുസരിച്ചാണ് പോകുന്നതെങ്കിൽ നമ്മളും തീരും, നമ്മളും ഈ ലോകത്തോടൊപ്പം തീരും. പക്ഷെ കർത്താവിൻ്റെ ഇഷ്ടം മാത്രമാണ് എന്നും നിലനിൽക്കുന്നത്. ദൈവത്തിൻ്റെ പ്ലാൻ മാത്രമേ നിലനിൽക്കുള്ളൂ, വേറെ ഒന്നും നിലനിൽക്കാൻ പോകുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാൻ മാത്രമേ നിലനിൽക്കുമെങ്കിൽ നമ്മൾ ഇന്ന് ആളുകളിൽ ഏറ്റവും കൂടുതൽ കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്ത് വരേണ്ടത്, കർത്താവേ ആ പ്ലാനിനകത്ത് ഞാനും ഉണ്ടെങ്കിൽ കർത്താവേ എന്നെയും ആത്മാവ് കൊണ്ട് നിറയ്ക്കണമേ, എന്നിലൂടെ എന്താണ് യേശോപ്പ ഇന്നാളുകൾ കർത്താവ് ഒത്തിരി കാര്യങ്ങൾ ഇന്ന് ദൈവദാസിലൂടെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ സംസാരിച്ചു. കോതമ്പ് മണി തനിയെ ഇരിക്കുന്നെങ്കിൽ അത് വെറുതെ തന്നെ ഇരിക്കും, അത് നിലത്ത് വീണ് ചത്താലോ അത് വളരെ ഫലം കായ്ക്കും. അപ്പം നമ്മളുടെ പ്രാർത്ഥന ഇങ്ങനെ ആയിരിക്കണം, കർത്താവേ ഞാൻ തകർന്നല്ലാതെ ഒരു വിടുതൽ ഒത്തിരി മക്കൾക്ക് കിട്ടുന്നില്ല എങ്കിൽ
യേശുപ്പാ ഞാൻ തകരുന്നു. ഇത് പറയാൻ നമുക്കൊരു മനസ്സുണ്ടായിരിക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ കർത്താവിൽ ഇരിക്കാനാണ് ആശ്രയിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ഊതി വീഴ്ത്തുന്നതൊന്നും അല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എന്താണ്? ഒരു ചെയറിലിരിക്കുമ്പോൾ കിട്ടുന്നതല്ല പരിശുദ്ധാത്മാവ്. ചിരിക്കുമ്പോൾ കിട്ടുന്നതല്ല പരിശുദ്ധാത്മാവ്. അലറി വിളിക്കുമ്പോൾ കിട്ടുന്നതല്ല പരിശുദ്ധാത്മാവ്. ഇവിടെ പറയുന്നത് എന്താണ്? അപ്പോസ്തല പ്രവൃത്തി 4 വരുമ്പോൾ 4:32 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. അവിടെ എന്തുമാത്രം ആ മനുഷ്യരുടെ ജഡം സ്വയം തകർന്നെന്ന് നോക്കിക്കോ. നമ്മൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ മനുഷ്യരുടെ ഹൃദയമാണ് ഇവിടെ കർത്താവ് വെളിപ്പെടുത്തുന്നത്. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയം ഏക മനസ്സ്. തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. എനിക്കുള്ള വസ്തു എൻ്റെതാണെന്ന് പറഞ്ഞില്ല. എനിക്കുള്ള വീട് എൻ്റെതാണെന്ന് പറഞ്ഞില്ല. എനിക്കുള്ള മക്കൾ എൻ്റെത് മാത്രമാണെന്ന് പറഞ്ഞില്ല. ഒന്നും സ്വന്തമാണെന്ന് പറഞ്ഞില്ല. സകലതും അവർക്ക് പൊതുവായിരുന്നു. ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴുള്ള അടയാളം. ധ്യാനത്തിങ്കൽ തീ കത്തും. തീ കത്താത്തതൊന്നും പരിശുദ്ധാത്മാവിൻ്റെ അല്ല. തീ കത്തുക എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഹൃദയം തകരും. തീ അങ്ങോട്ട് കത്തുകയാണ്, കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വചനകത്തിങ്ങനെ കത്തിയിരിക്കുമ്പോൾ നമ്മുടെ അകമെല്ലാം തകരുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. മുട്ടുള്ളവൻ ആരും അവരിലുണ്ടായിരുന്നില്ല. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥരായവരൊക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. പിന്നെ ഓരോരുത്തന് അവനവൻ്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. അപ്പോൾ നോക്കണം, ആ ആദിമകാലത്തുള്ള സഭയുടെ ആ പ്രത്യേകതയാണ്. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ, ധാരാളം കൃപ ലഭിച്ചപ്പോൾ അവരിലുളവായ ഒരു സ്നേഹമാണ്. സഹവിശ്വാസികളോടുണ്ടായ സ്നേഹം, കൂട്ടായ്മ ബന്ധം, കൂട്ടായ്മയോടുള്ള സ്നേഹം, സഭയോടുള്ള സ്നേഹം. പിന്നെ അവർക്ക് വേറൊന്നും അല്ല അവരുടെ വിഷയം, വേറൊന്നും അവരുടെ ഹൃദയത്തിലേ ഇല്ല. കർത്താവിന് വേണ്ടി നിൽക്കണം, കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കണം. അത് കർത്താവ് നമ്മുടെ കൂടെ. അതാണ് പത്രോസ് പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചോളൂ. കാരണം ക്രിസ്തു കൂടെ ഉണ്ടല്ലോ. അത് പിന്നെ ഒരു ടേസ്റ്റാണ്. ആ കഷ്ടത എന്ന് പറയുന്നത് ഒരു ടേസ്റ്റാണ്. കാരണം നമ്മുടെ അകത്ത് സ്വഭാവ രൂപീകരണം ദൈവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ നിന്ദിക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് ചിന്തിച്ചോണം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഒറ്റപ്പെടൽ ഉറപ്പായിട്ടുണ്ട്. അത് വേറൊന്നിനു വേണ്ടിയിട്ടല്ല, നമ്മളെ മരുഭൂമിയിൽ കൊണ്ടുപോകുന്നതാണ്. ഹൃദ്യമായിട്ട് കർത്താവിനെ സംസാരിക്കാനും ആ ക്രൂശിൻ്റെ വെളിപ്പാട് തരാനും നമ്മൾ എങ്ങനെയാണ് തകരുന്നതെന്ന് കാണിച്ചു തരാനും ആത്മാവ് എങ്ങനെയാണ് നിറയ്ക്കുന്നത്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ആ ഒറ്റപ്പെടൽ വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു സ്വയം ഒരു അഹങ്കാരമുണ്ട്, എല്ലാം ഉണ്ട്, എനിക്കെല്ലാം ഉണ്ട്, എനിക്കെല്ലാവരും ഉണ്ട് എന്നൊക്കെ ഉള്ളൊരു ബോധം വരും. മറ്റേത് നമുക്ക് ആരും ഇല്ലാതാവുമ്പോൾ, എല്ലാവരും നമ്മളെ വെറുക്കുന്ന സമയം കർത്താവിൻ്റെ സ്നേഹം നമുക്ക് രുചിക്കാൻ പറ്റും. ഒത്തിരി പേര് എന്തുകൊണ്ടാണ് അവർക്ക് ഹൃദയത്തിനകത്ത് സമാധാനമില്ലാതെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ നടുവിൽ കർത്താവ് നമ്മളെ ഒരു ആവരണം ഇട്ട് പൊതിഞ്ഞ് സൂക്ഷിച്ച് നമ്മൾ എത്ര വേദനയിൽ കൂടെ പോയാലും അതൊന്നും നമ്മളെ ഏക്കത്തില്ല. യേശു കൂടെ ഉണ്ടെങ്കിൽ അത് ഏക്കത്തില്ല. ഉണ്ട്, പ്രതികൂലം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, കഷ്ടത ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഒറ്റപ്പെടലുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, നിന്നയുണ്ടോയെന്ന് ചോദിച്ചാൽ നിന്നയും ഉണ്ട്, പരിഹാസവും ഉണ്ട്. പക്ഷേ ഇതൊന്നും നമ്മളടുത്ത് ഏക്കത്തില്ല. അതാണ് കാരണം, നമ്മളത് രുചിച്ചുകൊണ്ടിരിക്കും. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും. അതാണ് പത്രോസ് യോഹന്നാനും ഒക്കെ അടി കൊണ്ടപ്പോൾ അവർ പറഞ്ഞത്, നമ്മൾ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി നമുക്ക് അടികൊള്ളാൻ നമ്മളെ യോഗ്യരായിട്ട് കർത്താവ് എണ്ണിയല്ലോ. അവരുടെ മനസ്സിൻ്റെ ആ മാറ്റമാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവരുടെ ജീവിതത്തിനകത്ത് വന്ന ആ മാറ്റമാണ് നമ്മൾ നോക്കേണ്ടത്. അവരെ എങ്ങനെയാണത് പറഞ്ഞത്? നമുക്കൊരു അടി കൊള്ളാൻ പറ്റുമോ? ഒരു ചെറിയ നിസ്സാര ഒരു വേദന നമുക്ക് സഹിക്കാൻ പറ്റൂല. അപ്പോൾ എങ്ങനെയാണ് അവർ പറഞ്ഞത്? ഞാനിത് അതിശയിച്ചു പോയി. ഇത് വായിച്ചപ്പോൾ അതിശയിച്ചു, കർത്താവ് ഇതെങ്ങനെയാണ് അവർക്ക് പറയാൻ പറ്റിയത്? അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ഉയരത്തിൽ നിന്നുള്ള ശക്തി അവരുടെ മേൽ ഇറങ്ങി. ഇത് അവരല്ല സഹിച്ചത്, കർത്താവ് അവർക്ക് സഹിക്കാനുള്ള കൃപ കൊടുത്തു. ആ കൃപയ്ക്കകത്ത് നിന്നുകൊണ്ടാണ് അവർ ശുശ്രൂഷ ചെയ്തത്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടവരാകും. നമ്മൾ സാധാരണ വ്യക്തികളല്ല. കാരണം നമ്മൾ യേശുവിൻ്റെ കൂടെ അവിടെ ഇരിക്കേണ്ടവരാണ്, യേശുവിൻ്റെ തേജസ് പ്രാപിക്കേണ്ടവരാണ്. കഷ്ടത ഉണ്ടെങ്കിലേ തേജസ് പ്രാപിക്കാൻ പറ്റൂ. ആ ഒരു വചനം നമുക്ക് വായിക്കാം. റോമർ 8-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ അതിനകത്തൊരു വചനമുണ്ട്. എന്താണ്? നമ്മുടെ ഹൃദയത്തിൽ ഇത് എഴുതപ്പെടണം. ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഈ വചനം എഴുതട്ടെ. 8:17 നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. അതാണ് നമുക്ക് ഒരു കണ്ടീഷൻ. ഈ വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കപ്പുറം വേറൊന്നുമില്ല. സ്വർഗത്തിൽ പോകാൻ, കർത്താവിൻ്റെ അടുത്തിരിക്കാൻ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നാം അവനോടുകൂടെ തേജസ്കരിക്കും.
നീതീകരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു വെളിപ്പെടുമ്പോൾ ക്രിസ്തുവിൻ്റേതായ കഷ്ടങ്ങളുണ്ട്. നമ്മുടെ സ്വഭാവത്തെ ആ തേജസ്സിലോട്ട് കാര്യം യേശു കർത്താവ് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിനകത്ത് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് യേശു കർത്താവ് ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്: ഞാനിരിക്കുന്നിടത്ത് അവരും ഇരിക്കേണ്ടതിന്. ഞാനിരിക്കുന്നിടത്ത്, കർത്താവിൻ്റെ പ്രാർത്ഥന എന്തോ ആയിരുന്നു? ഞാനിരിക്കുന്നിടത്ത് അവരും ഇരിക്കണം. കർത്താവിൻ്റെ ആഗ്രഹം എന്തോ ആയിരുന്നു? ഭയങ്കര വലിയ ആഗ്രഹം. കാര്യം അത്രമാത്രം കർത്താവ് നമ്മളെ സ്നേഹിച്ച്, അതുകൊണ്ടാണ് കർത്താവ് മരണം ആസ്വദിച്ചത്. ആ ആഗ്രഹം കർത്താവിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഈ പാനപാത്രം ഞാൻ കുടിക്കാതെ ഇത് നീങ്ങിപ്പോകുന്നില്ല എങ്കിൽ ഇതങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് ആളുകളിൽ ദൈവമക്കൾക്ക് കഷ്ടത ഉണ്ട്, ദൈവമക്കൾക്ക് വേദന ഉണ്ട്. എന്തിനാണെന്ന് മാത്രം നമ്മൾ മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ശത്രുക്കളെ ദൈവം അനുവദിക്കുന്നതാണ്. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് ആത്മാവിൻ്റെ ഫലം പുറത്തു വരാനാണ്. അപ്പോൾ അത് കർത്താവ് പറഞ്ഞിങ്ങനെയാണ്: നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ. നമുക്ക് വിശ്വാസമുള്ള എന്തിനാണെന്നറിയാമോ? നമുക്ക് ഈ ലോകത്തിലുള്ളത് പ്രാപിക്കാനുള്ള ഭയങ്കര വിശ്വാസമാണ്. ദൈവം എനിക്കത് തരും. എന്നെ വേദനിപ്പിച്ചവനോട് ദൈവം ചോദിക്കും, എന്നെ കഷ്ടപ്പെടുത്തുന്നവനോട് ദൈവം ചോദിക്കും. എന്താ ദൈവം നമ്മുടെ കൊട്ടേഷൻ എടുക്കാതിരിക്കുകയാണ്? അല്ല. അങ്ങനെ നമ്മൾ ആരെയാണ്, ദൈവത്തെ എന്തൊക്കെയായിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്? ഈ പരിശുദ്ധനായ ദൈവത്തെ നമ്മൾ എന്താണ് പറയുന്നതെന്നുള്ളൊരു ചിന്തയോ ബോധമോ ഇല്ലാതെയാണ് ഇന്ന് ദൈവമക്കളെന്ന് പറയുന്നവർ കർത്താവിനോട് പറയുന്ന ഓരോ വാക്കുകളാണ്. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തോട് ഇപ്പോൾ നല്ല മഴ വന്നു, രാവിലെ വരാനുള്ള സാഹചര്യം ഒട്ടും ഇല്ലായിരുന്നു, ഭയങ്കര പ്രതികൂലമായിരുന്നു. പക്ഷെ ആ പ്രതികൂലത്തിൻ്റെ നടുവിൽ നമ്മുടെ ഉള്ളിൽ പിറുപിറുപ്പ് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ ഈ സാഹചര്യത്തെ നോക്കുന്നതുകൊണ്ടാണ്. ഇതെന്തൊരു മഴ എന്ന് പറയരുത്. കർത്താവ് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മൾ പറയരുത്. കർത്താവേ, ഈ മഴയ്ക്കായിട്ട് സ്തോത്രം. കാര്യം ദൈവം അനുവദിക്കാതെ മഴയില്ല. കർത്താവേ സ്തോത്രം, ഈ മഴയത്ത് കർത്താവേ സ്തോത്രം, ഞങ്ങൾക്ക് ഇവിടെ വന്ന് ആരാധിക്കാനാണല്ലോ യേശുപ്പ ഞങ്ങളെ കണ്ടിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. അവിടെ പിറുപിറുപ്പ് വരില്ല. മഹത്വം കർത്താവിന് കൊടുക്കുന്നിടത്ത് ഒരിക്കലും പിറുപിറുപ്പ് വരില്ല. പക്ഷേ ആ സാഹചര്യങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ട് നമ്മളിൽ നിന്ന് കർത്താവ് മാറ്റും. കാരണം ഇങ്ങനെയാണ്, ചില സമയങ്ങളിൽ എനിക്ക് ആരാധനയ്ക്ക് വരാൻ ഭയങ്കര പ്രതികൂലമാണ്. ആദ്യമൊക്കെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഞാനിത് എൻ്റെ സാക്ഷ്യമായിട്ടാണ് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? എൻ്റെ അടുത്ത് പോകണ്ട എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? അതിന് കീഴ്പ്പെട്ട് പേടിച്ച് ഇരിക്കും. പക്ഷേ എനിക്ക് പിന്നീട് കർത്താവ് ബലം തരുന്ന സമയത്ത് കർത്താവിനെ പഠിപ്പിച്ചു, അതിനെ ജയിക്കണം, അങ്ങനെയുള്ളതിനെ ജയിക്കണം, ഫറവോന്യ ശക്തിയെ ജയിക്കണമെന്ന് പഠിപ്പിച്ചു കർത്താവ്. ആത്മാവിൽ ബലപ്പെട്ടു, ആത്മാവിൽ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ് എനിക്ക് ധൈര്യമില്ല, എന്നെ കർത്താവ് തന്നെ ബലം തന്നാലേ ഉള്ളൂ. ആത്മാവിൽ ബലപ്പെട്ടിട്ട് അന്യഭാഷയിൽ കർത്താവിനോട് കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് പോയി ചോദിക്കുന്ന സമയത്ത് കർത്താവ് അനുകൂലമാക്കി തരും, സാഹചര്യങ്ങളെ അനുകൂലമാക്കി തരും. എത്ര നല്ല ദൈവമാണ്. എന്തുകൊണ്ടാണ് കർത്താവ് ആദ്യം നമുക്കൊരു പ്രതികൂലം ഇടുന്നത്? എന്തുകൊണ്ടാണ്? നമ്മൾ വളരാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ആത്മാവിലൊന്ന് വളരാൻ വേണ്ടിയിട്ടാണ്. ആത്മാവിൽ ഒരു ദിവസം ഒരു കുട്ടി എന്നോട് ചോദിച്ചു, ആൻറ്റി, എന്തുകൊണ്ടാണ് സാത്താനെ ദൈവം നശിപ്പിക്കാതെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? ഈ ലോകം എത്ര കഷ്ടത്തിലൂടെയാണ് ആൻറ്റി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് ആ സാത്താനെ അങ്ങ് നശിപ്പിച്ചുകൂടായിരുന്നോ? എങ്കിൽ എത്ര സന്തോഷം സമാധാനം ഉണ്ടാവുമായിരുന്നു. ഞാൻ ഒരു നിമിഷം കർത്താവ് ഇവളോട് ഞാൻ എന്ത് മറുപടി പറയണമെന്ന് ഞാൻ ചിന്തിച്ചു. കർത്താവ് എനിക്കൊരു മറുപടി തന്നു. നമ്മൾ കർത്താവിൻ്റെ സൃഷ്ടികളാണ്. സാത്താനെ ദൈവം വെച്ചിരിക്കുന്നതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ വളരണം. നമ്മളെ കർത്താവ് വാഴാനാണ് വിളിച്ചിരിക്കുന്നത്. ബൈബിളിൽ ഇങ്ങനെയാണ് വചനം പറയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ വരുമ്പോൾ ഭൂമിയുടെ മേൽ കർത്താവ് വാഴാനുള്ള അധികാരം കൊടുത്താണ് വിളിച്ചത് നമ്മളെ. അപ്പം മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയം അവൻ നിഷ്കളങ്കനാണ്. ആദാമും ഹവ്വയും നിഷ്കളങ്കരാണ്. അപ്പോൾ അവർ വളരണം. അവരെ സമയത്തിനകത്ത് ദൈവം സൃഷ്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ സമയത്തിനകത്ത് അവർ വളർന്ന് അവരെ അധികാരം പ്രാപിച്ച് അവർ നിത്യതയിൽ വാഴണം. അതുകൊണ്ടാണ് വചനത്താൽ നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നത്. വചനം എന്നേക്കും നിലനിൽക്കും. അപ്പോൾ ആ വചനത്തിൽ ജനിച്ച നമ്മളും എന്നേക്കും നിലനിൽക്കും. അപ്പം നിത്യതയിൽ നമ്മളും കർത്താവും നിലനിൽക്കുന്നവരാണ്. അപ്പം നമ്മൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഉയരണമെങ്കിൽ സാത്താൻ വേണം. അവനുണ്ടെങ്കിലേ നമുക്ക് ആ ലെവലിൽ ഉയരാൻ പറ്റുള്ളൂ. കാരണം വചനം പറയുന്നത് എന്തോന്നാണ്? ഈ വചനം തീയിൽ കൂടെ പോവും. ഈ വചനം എന്തുവാണ്? ശുദ്ധി ചെയ്ത വചനമാണ്. എല്ലാ പ്രതിസന്ധികൾക്കകത്തുകൂടെ ഇത് പോയി അപ്പുറത്തെത്തും. അങ്ങനെയാണ് ജയം പ്രാപിക്കുന്നത്. അപ്പോൾ ആ വചനത്താൽ ജനിക്കപ്പെട്ട നമ്മുടെ ഉള്ളിലും യേശു കർത്താവ് ഈ സാത്താനെ എന്തുകൊണ്ട് അനുവദിക്കുന്നതെന്ന് വെച്ചാൽ, പ്രതികൂലങ്ങൾ എന്തുകൊണ്ടാണ് അനുവദിക്കുന്നതെന്ന് വെച്ചാൽ, ഇതിനെല്ലാം അതിജീവിച്ച് നമ്മളും ആ നിത്യതയിലേക്ക്, ആ വളർച്ചയിലോട്ട്, ആ പരിജ്ഞാന പൂർത്തിയിലോട്ട് വളരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ട് അവനെ അല്പകാലത്തേക്ക്, കുറച്ച് നേരത്തേക്ക് വെച്ചിരിക്കുന്നു. എന്നാൽ ഇന്നലെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് പോലെ നമ്മൾ പരീക്ഷയിൽ വീഴാതിരിക്കാൻ എപ്പോഴും നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. കാരണം കർത്താവ് കൃപ തന്നല്ലാതെ
കർത്താവ് നിർത്തുന്നതല്ലാതെ നമുക്ക് ആർക്കും നിൽക്കാൻ പറ്റത്തില്ല. ഒരു വ്യക്തിക്ക് പോലും കർത്താവിൻ്റെ സന്നിധി ദൈവം നിർത്താതെ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം, കർത്താവെ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ കർത്താവെ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. പക്ഷെ ഒരു വാക്ക് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവെ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ അനുഭവങ്ങൾ തന്നാലും അത് കർത്താവെ ഏതൊക്കെ അനുവദിക്കുന്നു അതെല്ലാത്തിലും കൂടെ കടന്നു പോവാൻ കർത്താവ് എനിക്ക് ബലവും ശക്തിയും തരണമേ. എനിക്ക് സ്വയമേ കഴിയത്തില്ല. ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്ന് വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മനസ്സോടെ കർത്താവിൻ്റെ സന്നിധിയിൽ മനസ്സോടെ പരിശുദ്ധാത്മാവിന് വില കൊടുക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുവാൻ ദൈവം, സർവശക്തനായ ദൈവം ശക്തനാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.